എല്ലാവിധ നന്ദി അറിയിക്കാണ്. എത്ര പേരുണ്ട്? നമ്മള് ടോട്ടല് 18 പേര് അല്ലേ? അതെ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മാം ക്ലിയർ ആണ്, ഓഡിബിൾ ആണ്. ഓക്കെ. ഇന്നത്തെ ടോപ്പിക് എല്ലാരും കണ്ടോ? സെൻസ് ഓർഗനെ കുറിച്ചിട്ടാണ്. ഒരു വലിയ ടോപ്പിക് ഒക്കെ സാർ എഴുതിയിട്ടിട്ടുണ്ട്. അത് മനസ്സിലായോ എന്താ പറഞ്ഞത്? നമ്മളെ കാഴ്ചയുടെ പിന്നിലുള്ള മിസ്റ്ററീസ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാണ്. നമുക്ക് കുറച്ചൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കണം ഈ ഒരു സെഷനിൽ കൂടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനപ്പോഴത്തപ്പോഴ് ചോദിച്ചു പോവാട്ടോ. നമ്മള് അത്ര സെൻസ് ഓർഗൻ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാന്. അപ്പോ അതില് ഐസാണ് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് എടുക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോ ഐസിനെ കുറിച്ചിട്ട് എന്തിനാ നമ്മള് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി സെഷനിൽ ഐസിനെ കുറിച്ച് പഠിക്കണേ? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ആരെങ്കിലും ഒന്ന് പറയോ? വിഷ്വൽ ഇമ്പയർമെന്റ്. ഓക്കെ. കാണാത്തത് കൊണ്ടാണോ പഠിക്കാത്തത് എന്നറിയാൻ, തിരിച്ചറിയാൻ. എക്സാക്ട്ലി. നമുക്ക് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോ കൂടുതലായിട്ടും നമുക്ക് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ അല്ലെ? അപ്പൊ നമുക്ക് കാണാനും വായിക്കാനും എഴുതാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. കുട്ടിയുടെ വിഷനിൽ എന്തെങ്കിലും പ്രശ്നം കാരണമാണോ ഇതൊക്കെ സംഭവിക്കണേന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. അപ്പൊ നമ്മളൊരു കുട്ടി വരുമ്പോ ആ കുട്ടി ഫിസിക്കലി ഓക്കെ ആണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കാഴ്ചയൊക്കെ പെർഫെക്റ്റ് ആണ്, എന്നിട്ടും അതിന് വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള ആ ഒരു ലെവലിൽ എത്തുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സെൻസ് ഓർഗൻസിനെ കുറിച്ച്, കാഴ്ച എന്ന് മാത്രമല്ല കേൾവി ആയാലും സെൻസ് ഓർഗൻസ് 5ഉം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാവാന്നുള്ളതിന്. അപ്പൊ അത് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അതിനെ കുറിച്ചിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ പറയാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. മിനിറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കേട്ടോ. ഇപ്പോഴോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലമ്മ, ഒന്നും കാണുന്നില്ല. കാണുന്നില്ല.
ആ ലാപ്ടോപ്പിൽ അത് ഓൺ ആക്കിയിട്ടതിന് ശേഷം സ്ക്രീൻ ഷെയർ കൊടുത്താലേ അത് വരുള്ളൂ കേട്ടോ. എന്റെ മൊബൈലിൽ തന്നെയാണ് PPT സ്ക്രീൻ ഷെയർ ചെയ്യണത്, പക്ഷെ അത് ആവണില്ലല്ലോ. മൊബൈലിലാണോ? മൊബൈലിലാണെങ്കിൽ അത് സ്ക്രീൻ ഷെയർ കൊടുക്കേണ്ടി വരും. അതെ, ഓപ്ഷൻ സ്ക്രീൻ ഷെയർ കൊടുക്കണുണ്ട്, പക്ഷെ നെസ്രീൻ തന്നെയാണ് ഹോസ്റ്റ്, അതുകൊണ്ട് നെസ്രീൻ ചെയ്യാൻ കഴിയേണ്ടതാണ്. 1 മിനിറ്റ്. ഒന്ന് ഷെയർ കൊടുത്തിട്ട് ട്രൈ ചെയ്യും. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഞാനത് സെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ? സെൻഡ് ചെയ്തൊന്നും കാര്യമില്ല, ഹോസ്റ്റ് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇത് താഴെയുള്ള ആരെങ്കിലും ഒരാളെ കോ ഹോസ്റ്റോ എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ട് സ്ക്രീന് ഷെയർ ചെയ്യിപ്പിക്കേണ്ടി വരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ, നിങ്ങളെ സ്ക്രീന് ഷെയർ ചെയ്ത് നിങ്ങളെ വീഡിയോ ഓൺ അല്ലേ? വീഡിയോ ഞാനിപ്പോ ഓഫ് ചെയ്തതാണ്. അതൊന്ന് ഓൺ ആക്കി നോക്കി. ഓക്കെ, വീഡിയോ ഓൺ ആക്കിയിട്ട് ഇനി സ്ക്രീൻ താഴെ സ്ക്രീൻ ഷെയർ വരുന്നുണ്ട് താഴെ എവിടെയെങ്കിലും ഓപ്ഷനില്? ഷെയർ സ്ക്രീന് വരുന്നുണ്ട്, പക്ഷെ അതിൽ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഓർ കാസ്റ്റിംഗ് വിത്ത് സൂം എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നത്. സൂം വിൽ ഹാവ് ടു ആക്സസ് ഓൾ ഓഫ് ദി ഇൻഫർമേഷൻ ദാറ്റ് വിസിബിൾ ഓൺ യുവർ സ്ക്രീൻ. അത് സ്റ്റാർട്ട് നൗ കൊടുത്തിട്ട് ഇപ്പൊ വരുന്നുണ്ടോ? ഇല്ല, ഷെയർ ആവണില്ല അല്ലെ? ശരിയാ. അത് വേറൊരു ഫോണിൽ നിന്ന് ആക്കി കഴിഞ്ഞാൽ കണക്ട് ചെയ്താൽ കിട്ടുമോ? നസ്രീൻ, നീ എനിക്ക് അത് ഹുസനമയമാണ്, നീ എനിക്ക് വാട്സപ്പ് ചെയ്തതാ, ഞാൻ നോക്കാം, ലാപ്പിൽ ഷെയർ ചെയ്ത്. ഓക്കെ ഓക്കെ, നീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ ഇന്ററാക്റ്റീവ് ആയിട്ട്, ഞാൻ അപ്പോഴേക്ക് അത് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, വാട്സപ്പ് ചെയ്താൽ മതിയേ. ആ ഓക്കെ. ഓക്കെ, അപ്പൊ അത് മുസ്തൈന മാം അധികം വൈകാണ്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മള് ഐസ് എന്ന് പറയുമ്പോഴേ കണ്ണിന്
നമുക്ക് 3 ലെയർ ആയിട്ടാണ് ഉള്ളത്. 3 ഐസിന്റെ സ്ട്രക്ചർ പിക്ചർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ടെക്സ്റ്റില്? ടെക്സ്റ്റിലല്ലാണ്ടും കണ്ടിട്ടുണ്ടോ? ഒരു ഗ്ലോബ് പോലെ അല്ലെ, കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിപ്പോ വരും. അപ്പൊ അതില് 3 ലെയർ ആയിട്ടാണ് ഉള്ളത്. പുറമേ ഒരു ലെയർ ഉണ്ട്, നടുവിൽ ഒരു ലെയർ ഉണ്ട്, അതേപോലെ ഉള്ളില് ഒരു ഇന്നർ ലെയറും ഉണ്ട്. ഓക്കെ, ഔട്ടർ ലെയർ എന്ന് പറയുന്നതാണ് സ്ക്ലീറ അല്ലെങ്കിൽ കോർണിയ എന്നൊക്കെ പറയുന്നത്. സ്ക്ലീറയും കോർണിയയും. നമ്മൾ ഈ കണ്ണ് നമ്മള് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ വെള്ള ഭാഗം ഉണ്ടല്ലോ, ആ വെള്ള ഭാഗത്തിനെയാണ് എന്ത് പറയാ? സ്ക്ലീറ എന്ന് പറയാ. ഇനി അതിന്റെ ഈ കറുത്ത പോർഷനില് നമ്മൾ ഈ ലെൻസ് ഒക്കെ ഇടുന്ന പോലത്തെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വസ്തു, ഒരു എണ്ണമുണ്ട്. ആ സ്ക്ലീറന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഈ കൃഷ്ണമണിയൊക്കെ കാണുന്ന ആ ഭാഗത്ത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അതിൽ കൂടെയാണ് ലൈറ്റ് വരിക. അപ്പൊ ആ ഒരു പോർഷൻ ആണ് കോർണിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെള്ള ഭാഗത്ത് കൂടെ, വെള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ലൈറ്റ് ഒന്നും വരില്ല, സ്ക്ലീറ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പൊ ഈ ലൈറ്റ് ഒന്നും വരാത്ത ആ പോർഷൻ നമ്മളെ ഐസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ലൈറ്റ് ആകെ വരുന്നത് ആ ഫ്രണ്ടിലുള്ള ചെറിയ ഒരു പോർഷനിൽ കൂടെ മാത്രമാണ്, ആ കൃഷ്ണമണി കവർ ചെയ്യുന്ന ആ ഒരു പോർഷനിൽ കൂടെ മാത്രമാണ്. ആ ഭാഗമാണ് എന്ത്? കോർണിയ എന്ന് പറയുന്നത്. പിക്ചർ വരൂ കേട്ടോ. അപ്പൊ ലൈറ്റ് അതിൽ കൂടെയാണ് പാസ് ചെയ്യുക. ഇതാണ് ഈ പുറമേ ഉള്ള ഒരു ലെയർ. അപ്പോ ഇതിന്റെ ഉള്ളിലുള്ള സെക്കൻഡ് ലെയർ ആണ് എന്ത്? നമ്മൾ ഈ ഐസിന്റെ സ്ട്രക്ചർ പഠിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കണ്ണിന്റെ വിഷൻ എങ്ങനെയാണ് ഇത് പോണത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അതിന്റെ നടുവിലുള്ള ലെയർ ആണ് എന്ത്? ഒരു വാസ്കുലാർ ലെയർ ഉണ്ട്. അതിൽ കൂടെ ബ്ലഡ് വെസൽസ്, നമ്മളെ രക്തക്കൊഴലൊക്കെ കണ്ണിന് ആവശ്യമുള്ള എന്താ പറയാ ഓക്സിജനും ന്യൂട്രീഷനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കൂടെ ബ്ലഡിൽ കൂടെയാണ് ഇതൊക്കെ എത്തുക അല്ലെ. അപ്പൊ ആ ബ്ലഡ് പോണ ഒരു ലെയർ ഉണ്ട് അതിൽ കൂടെ, അതിന്റെ നടുവിലത്തെ ലെയറിൽ കൂടെ അതിങ്ങനെ പോവും. അത് കൂടാണ്ട് അവിടെ മസിൽസും ഉണ്ട്. ആ മസിൽസിന്റെ പേരാണ് കോറോയിഡ് എന്നൊക്കെ പറയും. ഈ മസില് ഫ്രണ്ടിലെത്തുന്ന സമയത്ത് നമ്മള് ആ മസിൽസ് കുറച്ച് കട്ടിയായിട്ട് അതിമ കൂടെ ഒരു നൂല് പോലെ വന്ന് ആ നൂലുമലാണ് നമ്മളെ ലെൻസ് കണക്ട് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഈ ലെൻസിന് ഇങ്ങനെ നമ്മളെ മസിൽസ് പോണ പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മസിൽസ് പോണതിനനുസരിച്ചിട്ട് ഈ ലെൻസിന് ഇങ്ങനെ നമുക്ക് വെളിച്ചം കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ നീളാനും ചുരുങ്ങാനും ഒക്കെ സാധിക്കും നമ്മളെ ലെൻസിന്. അങ്ങനെ ഈ മസിലിനായിട്ട് ബന്ധപ്പെടുത്തി ഒരു ചെറിയ നൂലായിട്ടുള്ള കണക്ഷനിലാണ് ലെൻസ് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ഈ ലെൻസിന്റെ മുന്നിലായിട്ടാണ് നമ്മൾ ഈ പറയുന്ന കൃഷ്ണമണി എന്ന് പറയുന്ന സാധനം. നമ്മൾ ഈ ക്യാമറ ഒക്കെ കണ്ടിട്ടുണ്ടേ, ക്യാമറയിൽ നമ്മൾ ഫ്ലാഷ് ഒക്കെ എടുക്കുമ്പോ അതിന്റെ ഒരു ബ്ലാക്ക് സാധനം ഉണ്ട് അല്ലെ, ഒരു ലൈറ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അടിക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ വന്ന് അടയും തുറയും. ഈ സാധനമാണ് ഐറിസ് കണ്ണിൽ ചെയ്യുന്നത്. കൃഷ്ണമണി എന്ന് പറയുന്ന ഐറിസ് കണ്ണിൽ ചെയ്യണേ. അപ്പോ ഈ ഐറിസ് ഓരോരുത്തർക്കും ഓരോ കളർ ആയിരിക്കും, എല്ലാവർക്കും ഒരേപോലെ അല്ല. ഈ ഫിംഗർ പ്രിന്റ് പോലെ തന്നെ ഐറിസും ഓരോ മനുഷ്യന്മാർക്കും വ്യത്യാസമായിരിക്കും. ഐറിസ് എന്ന് പറയുന്നത് കൃഷ്ണമണിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ മെലനിൻ എന്ന് പറയുന്നതാണ് നമുക്ക് കളർ നൽകുന്ന ഒരു സാധനം. അപ്പോ ഈ കളറ് മെലനിൻ എത്രത്തോളം കൂടുതലാണോ അതിനനുസരിച്ച് കളറ് കൂടുതലും കുറവും ഏറ്റക്കുറച്ചിലും ഒക്കെ വെച്ചിട്ട് ഈ ഐറിസിന്റെ കളറ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ഈ കണ്ണിലോട്ട് ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ണിലോട്ട് ടോർച്ച് അടിച്ചാല് ഈ കണ്ണിന്റെ സെന്ററിലായിട്ട് എന്താ പറയാ ഒരു ചെറിയൊരു ഹോള് കാണാം. അതിങ്ങനെ അടുത്ത് വെച്ച് ടോർച്ച് അടിക്കുമ്പോൾ ഈ ഹോൾ ഇങ്ങനെ വികസിക്കും. കണ്ടിട്ടുണ്ടോ? അടുത്ത് വെക്കുമ്പോ ഈ ഹോൾ ഇങ്ങനെ വികസിക്കും. ടോർച്ച് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ദൂരത്തേക്ക് പോകുമ്പോ ഹോൾ ഇങ്ങനെ കുറഞ്ഞു കൺസ്ട്രിക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇതാണ് ആ ഒരു സെന്റർ പോർഷൻ എന്ന് വെച്ചാൽ നമ്മളെ കൃഷ്ണമണിയുടെ നടുവിലുള്ള ഒരു ഹോള് പോലുള്ള ഒരു പോർഷൻ. ഈ പോർഷനാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഒരാള് ഡെത്ത് ആയി കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാല് നമ്മൾ കണ്ണ് തുറന്ന് നോക്കണ കണ്ടിട്ടുണ്ടോ? കണ്ണ് തുറന്ന് നമ്മൾ ലൈറ്റ് അടിച്ച് എത്ര നോക്കിക്കഴിഞ്ഞാലും ഈ പ്യൂപ്പിള്, ഇത് സാധാരണ ലൈറ്റ് വരുമ്പോ ഇങ്ങനെ വികസിക്കും ചുരുങ്ങും. അതെല്ലാരും കണ്ടിട്ടുണ്ടാവും, കണ്ണാടിയിലോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് വികസിക്കുക ചുരുങ്ങുക ഒന്നും ചെയ്യില്ല. അത് ആ ഒരു ഡയലേറ്റഡ് ഫോമിൽ അത് അങ്ങനെ നിൽക്കും.
പിന്നെ അതിന് അനക്കൊന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ കുറെ ലൈറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി നോക്കിക്കഴിഞ്ഞാലും അതിന് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സാധനത്തിന്റെ ഉള്ളിൽ കൂടെയാണ് ലൈറ്റ് എന്ത് ചെയ്യുക, ഉള്ളിലോട്ട് നമ്മളെ കണ്ണിന്റെ ഉള്ളിൽ കൂടെ പോവുക. അപ്പൊ ഇതിൽ കൂടെ ഒക്കെ പാസ് ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞ ഔട്ടർ ലെയറിലുള്ള കോർണിയെ കൂടെ ലൈറ്റ് പാസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു പ്യൂപ്പിൾ എന്ന് പറയുന്ന ഐറിസിന്റെ കൃഷ്ണമണിന്റെ നടുവിലുള്ള ആ ഒരു പോർഷനിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്തു. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കുറച്ച് ജെല്ല് പോലുള്ള ഒരു ഫ്ലൂയിഡ് പോലുള്ള മെറ്റീരിയൽ ഒരു ഇതുണ്ട് കേട്ടോ. ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന്റെ പേരാണ് അക്വസ് ഹ്യൂമർ എന്ന് പറയും. ഈ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് വെച്ചാൽ വെള്ളം ജെല്ല് പോലെ അവിടെ ഇങ്ങനെ ഉണ്ടാവും. ഈ നസ്രീൻ ഒരു മിനിറ്റ്, എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കോ? ആ ആ നമ്പർ അല്ല, വേറൊരു സൈനാന്ന് കാണുന്നില്ലേ? ഞാൻ ലാപ്പിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫോണിലെ നമ്പർ അതെ. ആ ആ പേരെന്തായിരുന്നു? ഒരു മിനിറ്റ് ചെക്ക് ചെയ്ത. സെക്കൻഡ് നെയിം MP എന്ന് വേറെ, രണ്ടും സൈന സൈക്കോളജിസ്റ്റ് തന്നെയാണ് അല്ലെ? ഇപ്പൊ ചെയ്തതല്ലാത്ത ചെയ്ത് നോക്ക്. ഓക്കെ. ഷെയർ ആയല്ലോ? ഷെയർ ആയി. അതില് നമ്മളിപ്പോ ആദ്യം ഓക്കെ ഫസ്റ്റ് ആദ്യം നമ്മൾ 3 ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. ഐസിന് ഒരു പുറത്തുള്ള ലെയർ, ആ പുറത്തുള്ള ഒരു ലെയറിൽ സ്ക്ലീറ, കോർണിയ, ഈ രണ്ടും നമ്മൾ പറഞ്ഞു. പിന്നെ നടുവിലുള്ള ലെയറിൽ നമ്മൾ പറഞ്ഞു ബ്ലഡ് വെസൽസ് ഉണ്ട്, അതുകൊണ്ടാണ് വാസ്കുലാർ എന്ന് പറയുന്നത്. അതിൽ ഐറിസ് ഉണ്ട്, കോറോയിഡ് ഉണ്ട്, സീലിയറി ബോഡി. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, നമ്മൾ ആ ലൈറ്റ് എങ്ങനെ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ ഉള്ളിലുള്ള ലെയറിൽ കൂടെയാണ് എന്ത് ചെയ്യണത്, നമ്മളുടെ ഈ ലൈറ്റും ഈ ഇമേജസ് ഒക്കെ വന്നു കഴിഞ്ഞാല് അതിനെ നമ്മൾ സെൻസിറ്റീവ് ആയിട്ട് അതിനെ നമ്മൾ റിസപ്റ്റർ ഒക്കെ ഉള്ളത് ഉള്ളിലുള്ള ലെയറിലാണ് കേട്ടോ. റെറ്റിന പറഞ്ഞ ലെയറിലാണ്. അവിടെ എത്തണം നമ്മളെ പിക്ചർ, എന്നാൽ മാത്രമാണ് അത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിയുക. ഔട്ടർ ലെയർ, പുറത്തുള്ള ലെയർ കേട്ടോ. ഇതാണ് ആ പുറത്ത് കാണില്ലേ, ഏറ്റവും പുറത്തുള്ളത് അത് സ്ക്ലീറ. അത് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ഈ കോർണിയ എന്ന് പറയുന്ന ചെറിയ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഭാഗം കാണുന്നത്. സ്ലൈഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്ന് എന്നോട് പറഞ്ഞാൽ മതി. കോള് വന്നിട്ട് അപ്പൊ അത് പുറത്തെ ലെയർ ക്ലിയർ ഞാൻ പറഞ്ഞത് നമ്മൾ ആ കണ്ണിന്റെ വെള്ള ഭാഗമാണ്. ആ വെള്ള ഭാഗം എന്താവണത്, ആ വെള്ള ഭാഗം അവിടെ നിൽക്കുന്നത് കുറെ മസിൽസ് സപ്പോർട്ട് ചെയ്തിട്ടാണ്, വെറുതെ അവിടെ നിൽക്കട്ടോ. പിന്നെ കോർണിയ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്, അതിൽ കൂടെയാണ് ലൈറ്റ് എൻ്റർ ചെയ്യണത്. അത് ഈ ഔട്ടർ ലെയർ ആണ് ഫോറിൻ ബോഡീസിൽ നിന്ന് നമ്മളെ കണ്ണിനെ രക്ഷിക്കുന്നത് കേട്ടോ. ഉള്ളിലോട്ട് ഫോറിൻ ബോഡീസ് ഒന്നും വരാണ്ട്, പൊടി അങ്ങനത്തെ ഒന്നും വരാണ്ട് റെഡിയാക്കുന്നത്. അടുത്ത ലെയർ ആണ് മിഡിൽ ലെയർ. മിഡിൽ ലെയറിൽ ആ റെഡ് കളറിൽ കാണുന്ന സാധനമാണ് രക്തക്കൊഴലുകള്. അതിൽ കൂടെയാണ് നമ്മളെ കണ്ണിന്റെ ആവശ്യമുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ നമ്മളുടെ കണ്ണിന് ആവശ്യമുള്ളതൊക്കെ എത്തിക്കുന്നത് ശരീരം കേട്ടോ. ആ ലെയർ തന്നെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ആ മഞ്ഞ കളറിൽ കാണുന്ന ഭാഗം അവിടെ കട്ടിയായി മാറാണ്, കോറോയിഡ് കട്ട് ചെയ്ത് മാറാണ്.
അവിടുന്ന് നൂല് പോലെ കുറച്ച് നൂല് പോലെ ലിഗമെന്റ്സ് വന്നിട്ടാണ് ആ ലെൻസ് എഴുതി കണ്ടില്ലേ, ആ ലെൻസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ലെൻസിന് ആവശ്യത്തിനനുസരിച്ച് നീളുകയും ചെയ്യാം ചുരുങ്ങുകയും ചെയ്യാം. അതിന്റെ ആവശ്യത്തിന് ഒരു നൂല് പോലെയാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ലെൻസിന്റെ ലൈറ്റ് വരുന്നതിനനുസരിച്ച് ഈ റെറ്റിനയ്ക്ക് ഇമേജസ് പതിപ്പിക്കാൻ പാകത്തിന് ലെൻസിന് നീളയും ചുരുങ്ങയും ഒക്കെ ചെയ്യാൻ പാകത്തിനാണ് ലെൻസ് അവിടെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഈ മിഡിൽ ലെയറിന്റെ തന്നെ ഫ്രണ്ടില് ഞാൻ പറഞ്ഞ ഐറിസ്, കൃഷ്ണമണി എന്ന് പറയുന്ന സാധനം, അത് ആ ഫ്രണ്ടിൽ മേലെന്നും വരുന്നുണ്ട് താഴത്തുനിന്നും വരുന്നുണ്ട്. അത് തമ്മിൽ കൂട്ടിമുട്ടൂല കേട്ടാ, കൂട്ടിമുട്ടൂല. ആ സെന്റർ ഭാഗമാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്, നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്ന ഭാഗം. അപ്പൊ ഈ ഐറിസ് ആണ് നമ്മളുടെ കണ്ണിന് കളർ നൽകുന്നത് കേട്ടോ. അതിൽ പിഗ്മെന്റ് ഉണ്ടാവും, അതാണ് നമ്മളെ കണ്ണിന് കളർ നൽകുന്നത്. ഇനി ഉള്ളിലെ ലെയർ ആണ് നമുക്ക് പറയാനുള്ളത്. മിഡിൽ ലെയർ കഴിഞ്ഞു, അടുത്തത് ഇന്നർ ലെയർ. ഇന്നർ ലെയർ എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മളെ നെർവ്സും റെറ്റിനയും ഒക്കെ ഉള്ള കണ്ണ് കാഴ്ചക്ക് ആവശ്യമുള്ള ന്യൂറോൺസും എല്ലാം ഉള്ള ഒരു ഭാഗമാണ് ഇന്നർ ലെയർ. ആ മഞ്ഞ കളർ കാണില്ലേ, മഞ്ഞ കളറാണ് ഇന്നർ ലൈന്. അതില് ഈ മാക്യുല എന്ന് പറഞ്ഞൊരു പോർഷൻ കാണുന്നുണ്ടാവും. അവിടുത്താണ് ലൈറ്റ് എത്തണമെങ്കിൽ നല്ല വിഷൻ ആയിരിക്കും. ഈ ഇന്നർ റെറ്റിനൽ ലെയർ എന്ന് പറയുന്ന ഒരു ഭാഗത്തില് 2 തരം ഫോട്ടോ റിസപ്റ്റർ സെല്ലുണ്ട്. ഒന്ന് കോൺ സെൽസും രണ്ടാമത്തേത് റോഡ് സെൽസും. ഇതാണ് നമുക്ക് കാഴ്ച തരുന്ന 2 സെല്ലുകൾ കേട്ടോ. ഈ ഫോട്ടോ റിസപ്റ്റർ സെല്ലുകൾ ഇതിങ്ങനെ കുറെ കിടക്കുന്നുണ്ടാവും. സെന്റർ പോർഷനിൽ ആ മാക്യുല എന്ന് പറയുന്ന ആ ഭാഗത്തൊക്കെ കോൺ സെല്ലായിരിക്കും കൂടുതൽ. ബാക്കി അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് റോഡ് സെല്ലും കൂടുതലായിരിക്കും. എന്തിനീ 2 സെല്ല് എന്നറിയോ? ഈ കോൺ സെൽസ് നമ്മളെ ടെക്സ്റ്റിൽ ഉണ്ടാവും. അത് കോൺ സെൽസ് എന്ന് പറയുന്നത് നമുക്ക് നല്ല വെളിച്ചത്തിൽ കാണാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണാണ്. അത് മാത്രല്ല, നമ്മളിപ്പോ ഒരു ഫേസ് കാണാം അല്ലെങ്കിൽ ഒന്ന് റീഡ് ചെയ്യാം, അങ്ങനെ നമുക്ക് ഏറ്റവും ഭയങ്കര ഫൈൻ ആയിട്ടുള്ള റീഡിങ്ങും റൈറ്റിങ്ങും അതേപോലെ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ കോൺ സെല്ലാണ്, ബ്രൈറ്റ് ലൈറ്റിൽ കാണാൻ. അതേപോലെ കോൺ സെല്ലിന്റെ ഒരു പ്രത്യേകതയാണ്, അതാണ് നമുക്ക് കളർ വിഷൻ തരുന്നത്. നമുക്ക് പച്ചയും മഞ്ഞയും നീലയും ഒക്കെ കണ്ട തിരിച്ചറിയാൻ കഴിയുന്നത് ഈ കോൺ സെൽ ഉള്ളതുകൊണ്ടാണ്. അത് നമ്മൾ ഈ റെറ്റിനയിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഈ മെയിൻ ആയിട്ട് 3 കളറാണ് നമ്മളെ റെറ്റിനക്ക് ഈ കോൺ സെല്ലിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക. ആ 3 കളറിനെ നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറയാം. ആർക്കെങ്കിലും അറിയോ പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ. യെസ്, വെരി ഗുഡ്. അപ്പൊ ഈ 3 കളേഴ്സിന്റെ മിക്സ്ചർ ആണ് ബാക്കി എല്ലാ കളേഴ്സും ഇല്ല. അപ്പൊ ഈ കോണിന് ഈ 3 കളേഴ്സും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ നമ്മൾ ചില ഐ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പോണ സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ പോയി കഴിഞ്ഞാല് ഈ കോൺസെൽസിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്ക് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയാം. അവർക്ക് ഈ കളറ് ഏതെങ്കിലും ഒരു കോൺസെല്ലിനായിരിക്കും പ്രശ്നം, ചിലപ്പോ പച്ചക്കായിരിക്കും, ചിലപ്പോ റെഡിനായിരിക്കും. അപ്പൊ അങ്ങനെ പോണ ആൾക്കാർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിൽ ആക്കി കളയും. അതെന്താ കാരണം എന്നറിയോ? അവർക്ക് ബാക്കിയെല്ലാം കാണാം, പക്ഷെ അവരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിൽ ആക്കി കളയും. അവര് ഡ്രൈവിംഗിന് എലിജിബിൾ ആവില്ല. എന്താ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? റീസൺ? ഏത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്? യെസ്, അതന്നെ സിഗ്നൽ ലൈറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അവർക്ക്. പച്ച കണ്ടു കഴിഞ്ഞാൽ അവര് വേറെ വല്ല കളറാന്ന് വിചാരിച്ചൊറ്റ പോക്ക് പോകും. അല്ലെങ്കിൽ റെഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആൾക്ക് നിർത്തൂല അല്ലെ. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാണ് മനസ്സിലാവുന്നത്? ഏത് ഭാഗമാണ്? കോൺ സെൽസ് ആണ് ഈ പറയുന്ന വിഷൻ, കളർ വിഷൻ ഒക്കെ കൊടുക്കുന്നത്. അത് എവിടെയാണുള്ളത്? റെറ്റിനയില്. പ്രത്യേകിച്ച് ഈ മാക്യുല എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം സെൻട്രൽ പോർഷനിൽ റെറ്റിനന്റെ, അതാണ് ഏറ്റവും അധികം നമ്മളെ വിഷന് ഹെൽപ്പ് ചെയ്യണത്. ഇനി നമ്മളുടെ ആ ഒരു സെല്ലിന്റെ തന്നെ കുറച്ചും കൂടി റെറ്റിനന്റെ ഒരു ഫ്രണ്ടിലോട്ടായിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് ചെതറി നിൽക്കുന്ന വേറൊരു സെല്ലുണ്ട്, അതാണ് റോഡ് സെല്ല്. ഈ റോഡ് സെല്ല് നമുക്ക് ലോ ലൈറ്റ് വിഷൻ ആണ്. എന്ന് വെച്ചാല് നമ്മൾ രാത്രി കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ചെറുതായിട്ട് കാണും അല്ലെ, കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാഴ്ച ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു ചെറിയ രൂപങ്ങളും അതും ഇതൊക്കെ ആയിട്ട് കാണും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാ കാണാം. അപ്പൊ അങ്ങനത്തെ ലോ ലൈറ്റിലുള്ള വിഷനാണ് റോഡ് സെല്ല് ഹെൽപ്പ് ചെയ്യണത്. അപ്പൊ പൂച്ചക്കൊക്കെ ചിലപ്പോ പൂച്ചക്കൊക്കെ ഏത് സെല്ലാന്നൊന്ന് നോക്കി നോക്ക് കേട്ടാ, ഒന്ന് കണ്ടുപിടിച്ച് നോക്ക് എല്ലാരും. റോഡ് സെല്ലാണോ കോൺ സെല്ലാണോ കൂടുതൽ? അവർക്കൊക്കെ രാത്രി നന്നായിട്ട് കാണുമല്ലോ, അതൊന്ന് കണ്ടുപിടിക്കുക. അപ്പൊ
ഇതാ ഇതില് റെറ്റിന ഈസ് എ ലെയർ ഓഫ് ഫോട്ടോ റിസപ്റ്റർ സെല്ല്. അവിടെ റെറ്റിനയിലാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞു മാക്യുല എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ നേരത്തെ കണ്ടു. അവിടെയാണ് ഏറ്റവും അധികം വിഷൻ ഉള്ള, കാരണം ഏറ്റവും അധികം കോൺസെൽസ് ഉള്ളത് അവിടെയാണ് കേട്ടോ. പിന്നെ ഒപ്റ്റിക് ഡിസ്ക് പറഞ്ഞത് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോണ്ട. പിന്നെ കോൺസെൽസ് ബ്രൈറ്റ് ലൈറ്റിലാണ്. അതേപോലെ ഫൈൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇമേജിന്റെ ഏറ്റവും ഫൈൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കോൺസെൽസ് ഉണ്ടെങ്കിലാണ് കാണാം. കളർ വിഷൻ അതിലാണ് കാണാം. 3 പ്രൈമറി കളേഴ്സ് ബ്ലൂ, റെഡ്, ഗ്രീൻ. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കോൺസെൽസിനാണ് കഴിയുക. പിന്നെ റോഡ് സെൽസ് ലോ ലൈറ്റിലാണ്, പെരിഫറൽ വിഷൻ ആണ് കേട്ടോ. അടുത്ത ഇത് റോഡ്സും കോൺസും മാം കളർ ബ്ലൈൻഡ്നെസിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഈ കളർ ബ്ലൈൻഡ്നെസ് ഈ 3 കളേഴ്സിൽ ഏതെങ്കിലും ഒന്ന് കാണാതാവും. അത് വേറെ കളേഴ്സിന് ഉണ്ടാവില്ല. ബാക്കി കാണാം. ഏതെങ്കിലും ഒന്നിനാണ് ബുദ്ധിമുട്ടെങ്കിൽ ബാക്കി കാണാം. ഇപ്പൊ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള കുട്ടീനെ നമ്മൾ അസസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവര് എറേഴ്സ് ആയിട്ട് പറയും അല്ലെ? ബാക്കി കാണാന്നുള്ളതുകൊണ്ടേ നമ്മൾ ബാക്കി കളേഴ്സ് ഒക്കെ ഇതിന്റെ ഒരു മിക്സ് ആണല്ലോ. അപ്പൊ ഇതിന്റെ മിക്സ് വരുന്നിട്ടുള്ള ബാക്കി കളേഴ്സ് കാണില്ല. അപ്പൊ ചിലപ്പോ നമ്മള് ഒരു പർപ്പിള് കണ്ടുകൊടുത്ത് ചിലപ്പോ കുട്ടി യെല്ലോ ആയിരിക്കും കാണാം. നമുക്ക് പറയാൻ, ഞാൻ എക്സാമ്പിൾ ആണ് കേട്ടോ, എക്സാക്ട്ലി അല്ല പറയണത്. എന്ന് വെച്ചാൽ അവരുടെ ആ 2 കളർ മിക്സ് ചെയ്തിട്ടാണല്ലോ അവർക്ക് കാണാം. 3 കളർ മിക്സ് ചെയ്യുന്നതിന് പകരം. അപ്പൊ അവരുടെ എല്ലാത്തിന്റെയും നമ്മൾ കാണുന്ന കളറിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് ബോർഡിലൊക്കെ റെഡ് കാണാത്ത കുട്ടികളുണ്ട്. റെഡ് മാർക്കർ കൊണ്ട് എഴുതി അവർക്ക് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെക്ക് ചെയ്യിപ്പിക്കുക കേട്ടോ. വിഷൻ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യിപ്പിക്കുക. കാരണം അവർക്ക് ഏതോ ഒരു കോൺസെല്ലിന്റെ കുറവ് കാരണമാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അത് നമ്മള് ഐഡന്റിഫൈ ചെയ്യുക. അതിനാണല്ലോ നമ്മൾ ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ കേട്ടോ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണം. കുട്ടികൾ അത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് ആ ഡിസബിലിറ്റി വരുന്നു എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നിടത്താണ് നമ്മൾ സക്സസ് കേട്ടോ. അത് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കുറച്ച് മുൻപ്. ആ കുട്ടിക്ക് റെഡ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടി ഓൾറെഡി ചെക്ക് ചെയ്തതാ. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള കുട്ടിയാ, ഉള്ള കുട്ടിയാണ് എന്ന് കൺഫേം ആയതാണല്ലേ. അതായത് നമ്മളടുത്ത് ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാല് നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് നമ്മളത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മള് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് അല്ലെ. നമ്മൾ ആ ഡയഗ്നോസ് ചെയ്യാന്ന് പറയുന്നത്. നമ്മള് അത്ര ഡീപ്പായിട്ട് ഈ സെൻസ് ഓർഗൻസ് ഓരോന്നും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് എവിടെയാണ് അതിന്റെ കുറവ് എന്നുള്ള അപ്പൊ നമുക്ക് മനസ്സിലാവും. അത് പരിഹരിച്ചു കഴിഞ്ഞാല് നമ്മളെ ആയിരിക്കും അവർക്ക് ഏറ്റവും അധികം നമ്മളോടായിരിക്കും അവർ കടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ എന്ത് ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും അതിനോട് ആ ഒരു രീതിക്ക് കൂറ് പുലർത്തി നമ്മൾ വായിക്കുക, പഠിക്കുക, അങ്ങനത്തെ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ റോഡ് സെൽസ് ഇതിലുള്ള ഡിഫറൻസ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. റോഡ്സ് വായിക്കാം. റോഡ് സെൽസ് ലൊക്കേറ്റഡ് അറ്റ് ദ പെരിഫറൽ പോർഷൻ ഓഫ് ദ റെറ്റിന. എന്ന് വെച്ചാൽ സെൻട്രലിൽ ഞാൻ പറഞ്ഞു കൂടുതലായിട്ടും കോൺസെൽസ് ആണ് ഉണ്ടാവുക. കോൺസെൽസ് ആൻഡ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ റെറ്റിന. ഇനി റോഡ് സെൽസ് സിലിണ്ട്രിക്കൽ ആണ്, കമ്പാരിറ്റീവ്ലി ലോങ്ങർ ആണ് കോൺസെല്ലിനെക്കാളും. കോൺസെൽ ആവുമ്പോൾ ഷോർട്ടർ ആണ്. ഓക്കെ. പിന്നെ റോഡ് സെൽസ് ഹെൽപ്പ് ഇൻ ട്വിലൈറ്റ് വിഷൻ എന്ന് വെച്ചാൽ രാത്രിയിലെ ആ ഒരു വിഷനിലാണ്. കോൺസെൽസ് കളർ വിഷനെ ഹെൽപ്പ് ചെയ്യും. റോഡ് സെൽസിന്റെ ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഓഫ് റെറ്റിന ആർ സെൻസിറ്റീവ് ടു ഡിം ലൈറ്റ്. അതന്നെ നമ്മൾ പറഞ്ഞ ബ്രൈറ്റ് ലൈറ്റ്. പിന്നെ ഒന്നില് റോഡോപ്സിൻ എന്ന് പറഞ്ഞ ഒരു പിഗ്മെന്റ് ആണ്, മറ്റേതിൽ അയഡോപ്സിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത്, ഈ ഒരു സംഗതികളുടെ ഡെവലപ്മെന്റിന് നമുക്ക് റെറ്റിനോൾ പറഞ്ഞ ഒരു സംഭവം ആവശ്യമാണ് കേട്ടോ. വൈറ്റമിൻ എ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേ കൊടുക്കണം എന്നൊക്കെ പറയില്ലേ, വൈറ്റമിൻ എ സപ്ലിമെന്റ്സ് ഒക്കെ. അത് ഇതിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ചെറുപ്പത്തില് പണ്ടൊക്കെ ഈ ഹെൽത്ത് സെന്ററിൽ നിന്ന് വൈറ്റമിൻ എ എപ്പോഴും ആ ഒരു ഏജ് ആവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. 1 വയസ്സിൽ 2 വയസ്സിൽ അങ്ങനെയൊക്കെ. ഇപ്പൊ അങ്ങനെ ഉണ്ടോ അറിയില്ല, ഇപ്പൊ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഈ ഒരു പ്രായത്തിൽ കൊടുക്കുന്നത് ഐസിന്റെ ഡെവലപ്മെന്റ്, ഈ കോൺസെല് റോഡ് സെല്ലൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി അടുത്തത് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള വലിയ ആൾക്കാർക്ക് തന്നെ വിഷന്റെ പ്രോബ്ലം വരും. ഒരു പുക പിടിച്ച പോലെ. വൈറ്റമിൻ എ ആണ്, ഡി ആണോ ഞാൻ പറഞ്ഞേ? എ ആണ്.
ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് പല രീതിക്ക് ഇത് കാണാൻ പറ്റും കേട്ടോ. അവരെ ഇമ്മ്യൂണിറ്റി കുറയും, അവരുടെ ഓൾമോസ്റ്റ് എല്ലാതും സ്കിൻ കംപ്ലൈന്റ്, ഡിപ്രഷൻ, അങ്ങനെ തുടങ്ങി അവർക്ക് എല്ലാ ലെവലിലും ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് പ്രശ്നം കാണിക്കും കേട്ടോ. കാഴ്ചക്കും എല്ലാ ഏരിയയിലും ആ ഒരു വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ് കേട്ടോ. ഇവിടെ നമ്മൾ പറയുന്നത് വൈറ്റമിൻ എ ആണ്. റെറ്റിനോൾ എന്ന് പറയുന്ന സാധനം വൈറ്റമിൻ എ ആണ്. എന്റെ കുറവുണ്ട്. നമ്മൾ ക്യാരറ്റിലൊക്കെയാണ് അത് കൂടുതൽ ഉണ്ടാവുക. ഈ ഓറഞ്ച് കളറുള്ള മഞ്ഞ കളറുള്ള സംഭവങ്ങളിലാണ് ഈ റെറ്റിനോൾ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുറച്ചധികം കൊടുത്താലും മതി. ക്യാരറ്റ് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ കാഴ്ചക്ക് നല്ലതാന്ന് പറയുമല്ലോ. ഈ ഒരു കരോട്ടിൻ കാരണം അല്ലേ കൊണ്ടാണ്. ഇതിനുള്ളത്? കരോട്ടിൻ കരോട്ടിൻ ഉണ്ട്, അല്ലേ? കരോട്ടിൻ ഉണ്ട്. കരോട്ടിനും നമുക്ക് ഈ ഒരു പ്രോസസ്സിങ്ങിന് ആവശ്യമാണ് കേട്ടോ. വൈറ്റമിൻ എയും ധാരാളം ഉണ്ട്. അടുത്ത സ്ലൈഡ് മാം പോയോ? മാം പോയോ? ഹലോ, സോറിടാ, നെറ്റ്വർക്ക് ഒന്ന് പോയി. സ്ലൈഡ് ചേഞ്ച് ചെയ്യാനാ? അതെ, ഓക്കെ. ഇത് ഞാൻ പറഞ്ഞു, നമ്മളെ ഐസിലെ അക്വസ് ഹ്യൂമർ, വിട്രിയസ് ഹ്യൂമർ, നമ്മളെ കണ്ണിന്റെ ഉള്ളിലുള്ള രണ്ട് ഫ്ലൂയിഡ്സ് ആണ്, ജെല്ല് പോലെയുള്ള ഫ്ലൂയിഡ്സ് ആണ്. ഒന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഐറിസ് ഉണ്ടല്ലോ, കൃഷ്ണമണിന്റെയും അതേപോലെ കോർണിയന്റെ ഇടയിലായിട്ട് ആ ലെൻസിന്റെ ആ ഒരു പോർഷനിലാണ് ഒരെണ്ണം ഉള്ളത്. നമ്മൾ ഈ രക്തക്കുഴൽ ഇങ്ങനെ പോയിട്ട് അവിടെ എത്തുമ്പോ അത് നിൽക്കും. എന്നിട്ട് പിന്നെ ഈ ഫ്ലൂയിഡിൽ കൂടെയാണ് നമ്മളെ കോർണിയക്കും ഐറിസിനും ഒക്കെ ആവശ്യമുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള ബാക്കി സംഭവങ്ങൾ, വേസ്റ്റ് ആയി കാർബൺ ഡൈ ഓക്സൈഡ് ആവാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തിരിച്ച് ഡ്രെയിൻ ചെയ്ത് പോകും. ഈ ഡ്രെയിനേജിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്താ ഉണ്ടാവുക ആലോചിച്ച് നോക്ക്. തിരിച്ച് ഈ ലിക്വിഡ് തിരിച്ചു പോണില്ല, അല്ലെങ്കിൽ തിരിച്ച് അത് ഡ്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഫ്രണ്ടിലുള്ള പോർഷൻ ആണ്, അത് തിരിച്ച് ഡ്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇൻഫെക്ഷൻ ആവും. തിരിച്ച് ഡ്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ആ ഫ്ലൂയിഡ് നിറയും അല്ലെ. അവിടെ ഫ്ലൂയിഡ് നിറയണ എവിടെയാണ്? നമ്മളെ കണ്ണിന്റെ ഉള്ളിലാ. കണ്ണിന്റെ ഉള്ളിലെ ഫ്ലൂയിഡ് നിറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ ഉള്ളിലെ പ്രഷർ കൂടും. കണ്ണിന്റെ ഉള്ളിലെ പ്രഷർ കൂടും. അങ്ങനെ നമ്മളെ ഒപ്റ്റിക് നെർവിനെ, റെറ്റിനെ ഒക്കെ അത് ബാധിച്ച് അതൊക്കെ നാശമായി പോകും. അപ്പോ ഈ ഒരു കണ്ടീഷന്റെ പേരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ, ഗ്ലോക്കോമ എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മളെ കണ്ണിന്റെ ഉള്ളിൽ പ്രഷർ കൂടാം. അതന്നെ, ഇൻട്രാഒക്യുലർ പ്രഷർ കൂടും. അപ്പോ അത് ഈ ഡ്രെയിനേജ് പ്രശ്നമൊക്കെ കാരണമാണ് കൂടുതൽ വരിക കേട്ടോ. അപ്പൊ അതാണ് ഫ്രണ്ടിലെ ലിക്വിഡ്. ഉള്ളിലെ ഒരു ലിക്വിഡ് ഉണ്ട്, ആ വലിയ പോർഷനില് ആ ചുമന്ന വിട്രിയസ് ഫ്ലൂയിഡ്, വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ പോയിട്ട് വേണം നമ്മളെ റെറ്റിനേക്ക് എത്താന്. ഈ ഫ്ലൂയിഡ് കാരണമാണ് നമ്മളെ കണ്ണിന് ഒരു നല്ല നല്ല റൗണ്ട് കളർ ഷേപ്പ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ആ ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ കണ്ണിന്റെ ഷേപ്പ് ആകാതാവും, അതിന്റെ ചുരുക്കം കൂടും ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പൊ ആ ഫ്ലൂയിഡ് ഒക്കെയാണ് നമ്മളെ കണ്ണിന്റെ സ്ട്രക്ചർ ഒക്കെ മര്യാദക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത് കേട്ടോ. അടുത്തത് ഇനി നമ്മളെ സൈറ്റിന്റെ ഒരു മെക്കാനിസം പറയാണ്. ഇപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ കൂടി അങ്ങോട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാല് കാഴ്ച എങ്ങനെയാണ് നടക്കണതെന്ന് മനസ്സിലാവും. ആദ്യം ലൈറ്റ് ഇങ്ങനെ വന്ന് നമ്മളെ വിൻഡോ ആണ്, കണ്ണിന്റെ വിൻഡോ ആണ് കോർണിയ. അപ്പൊ ആ കോർണിയെ കൂടെ ലൈറ്റ് കയറി അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞ ആ ജെല്ലി കൂടെ നമ്മളെ ലൈറ്റ് പോയി നമ്മളെ കൃഷ്ണമണിന്റെ നടുവിലുള്ള സാധനമാണ് ഐറിസിനെ. ഇതിൽ പറയണ്ടാരല്ലോ, ഐറിസിന്റെ നടുവിലുള്ള സാധനമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറിസ് പറഞ്ഞ ഞാൻ പറഞ്ഞു ക്യാമറന്റെ ആ ഒരു ഷട്ടർ ചെയ്യണ ആ പോർഷൻ ഉണ്ടല്ലോ, അങ്ങനെ അടയും തുറയും ചെയ്യണ ഒരു ബ്ലാക്ക് സാധനം, അതേപോലെ ഇരിക്കും. അപ്പൊ ഈ ഐറിസ് ക്രമീകരിച്ച് അതിന്റെ ഉള്ളിൽ കൂടെയാണ് പ്യൂപ്പിൾ ഉള്ളത്. അതിന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് വന്ന് ലെൻസിലെത്തി
ലെൻസ് ഈ ഒരു ലൈറ്റിനനുസരിച്ചിട്ട് നീളണോ ചുരുങ്ങണോ എന്നൊക്കെ നോക്കും. ഉള്ളിലേക്ക് ലൈറ്റ് എങ്ങനെയാണ് റെറ്റിനേക്ക് എത്താൻ ഞാൻ നീളണോ അതോ ഞാൻ ചുരുങ്ങിയാലാണോ, ഏത് രീതിക്കാണ് റെറ്റിനേക്ക് എത്താനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ലെൻസ് അവിടെ നിന്ന് ചെയ്ത് അതിനനുസരിച്ച് ഈ വിട്രസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ വലിയ ബോളിന്റെ ഉള്ളിലുള്ള ആ വെള്ളത്തിലോട്ട് ആ ജെല്ലിലോട്ട് നമ്മൾ ഇമേജിനെ അയച്ച് അത് റെറ്റിനയിൽ എത്തി. റെറ്റിനയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കോൺസെല്ലും റോഡ് സെല്ലും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് പ്രോസസ് ചെയ്ത് ഇതൊക്കെ കൂടിയിട്ട് ഈ ഇമേജിനെ എന്താക്കുന്ന വെച്ചാല് ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റും. ഈ നെർവിൽ കൂടെ പോണെങ്കിൽ ഈ ഇമേജ് ആയിട്ടൊന്നും നെർവിൽ കൂടെ പാസ് ആവില്ല. അപ്പൊ അതിനൊരു ഇലക്ട്രിക് ഇമ്പൾസ് ആക്കിയിട്ട് കൺവേർട്ട് ആക്കിയിട്ട് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന നെർവാണ് നമ്മളെ കണ്ണിന്റെ ഞരമ്പ്. ഈ എന്തെങ്കിലും ഒരു ഞരമ്പിനാണ് പ്രശ്നം എന്നൊക്കെ പറയില്ലേ, കണ്ണിന്റെ കാഴ്ച ഞരമ്പ് പോയി അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആ ഞരമ്പിന്റെ പേരാണ് ഒപ്റ്റിക് നെർവ് എന്ന്. ഈ ഒപ്റ്റിക് നെർവിൽ കൂടെ ആണ് ഈ ഒരു സിഗ്നൽ എവിടേക്ക് പോണത്, നമ്മളെ ബ്രെയിനിലോട്ട് പോണത്. ബ്രെയിനിൽ നമുക്കൊരു വിഷ്വൽ കോർട്ടെക്സ് എന്നൊക്കെ പറഞ്ഞ് കാഴ്ചനെ നമുക്ക് റെഡി ആക്കാനുള്ള കോർട്ടെക്സ് ഒക്കെ ഒരു ഏരിയ ഉണ്ട്. വിഷന് വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു കോർട്ടെക്സ് ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ടാണ് ഇത് ഏത് ഇമേജ് ആണ് എന്നൊക്കെ ഉള്ളത് തിരിച്ച് അതിനുള്ള സിഗ്നൽ നമുക്ക് അത് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിന്റെ കൂടെ ഞാനൊരു സംഗതി പറയുകയാണെങ്കിൽ ഈ ഒപ്റ്റിക് നെർവ് പോകുമ്പോൾ അടുത്ത സ്ലൈഡിൽ അത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. മാം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അടുത്തതായി ഇത് വേണ്ട. ഈ ഒപ്റ്റിക് നെർവ് ഇങ്ങനെ പോകുമ്പോ കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മള് ഇടത്തെ കണ്ണീന്നും ഇങ്ങനെ പോവും, വലത്തെ കണ്ണീന്നും ഇത് ഇങ്ങനെ പോകൂട്ടാ. ഈ വിഷന്റെ ഈ ഇൻഫോർമേഷൻസ് ഇങ്ങനെ സിഗ്നൽ ആയിട്ട് പോകും. എന്നിട്ട് ഒരു പോർഷനിൽ എത്തുമ്പോ ഈ ഒപ്റ്റിക് നെർവ് അപ്പുറത്തെ ഇപ്പുറത്തെയും കൂടി ക്രോസ് ചെയ്യും. എന്നിട്ട് ഇടത്തുള്ള സിഗ്നൽ വലത്തെ ഭാഗത്തുള്ള ബ്രെയിനിനാണ് കൊടുക്കുക, വലത്തുള്ള സിഗ്നൽ ഇടത്തെ ഭാഗത്തുള്ള ബ്രെയിനാണ് കൊടുക്കുക. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഒരാൾക്ക് ഒരു വലത്തെ സൈഡില് സ്ട്രോക്ക് വന്ന് അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഇഞ്ചുറി വന്നു കഴിഞ്ഞാല് അയാൾക്ക് ഏത് കണ്ണിന്റെ കാഴ്ച നഷ്ടാവാ? കാരണം ഇവിടെ ക്രോസ് ചെയ്ത്. അപ്പൊ അങ്ങനെ ഇത് ഈ കണ്ണിന്റെ മാത്രം ഒന്നല്ല ക്രോസ് ആവാ, നമ്മളുടെ മൂവ്മെന്റ് ഒക്കെ. ഇപ്പൊ സ്ട്രോക്ക്, ഇപ്പൊ ബ്ലോക്ക് ഒക്കെ വലിയ കട്ട ക്ലോട്ട്സ് ഒക്കെ വന്നിട്ട് ബ്രെയിനിൽ വലത്തെ സൈഡിൽ വന്നിട്ട് സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ഇടത്തെ സൈഡിലെ മൂവ്മെന്റ് ആ നഷ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, അങ്ങനെയാണ് അത് നഷ്ടാവുക കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഇടത്തെ കാഴ്ചക്ക് ഇത് വന്നിട്ട് മുകളിലുള്ള പ്രശ്നം കൊണ്ടാണെങ്കിൽ ക്രോസ് ആയിട്ടാണ് കാഴ്ച നഷ്ടപ്പെടുക കേട്ടോ. അതും കൂടി ക്രോസ് ചെയ്യും ഈ ഞരമ്പുകൾ. അടുത്തത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഇതൊന്നും പഠിക്കാനുള്ളതല്ല, നമ്മൾ ആ ഒരു സ്ട്രക്ചർ മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്തത് ഇതാണ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോർഷൻസ് ഒക്കെ എടുക്കുന്നത്. ഇത് ആരെങ്കിലും കയ്യിലുണ്ടോ? ഇപ്പൊ ഉണ്ടോ കയ്യിൽ? ആരെങ്കിലും നോക്കി വെക്കണുണ്ടോ? ദീസ് ആർ വിഷ്വൽ. ഓക്കെ, ഈ ബുക്കില്ല ഞങ്ങളുടെ കയ്യിൽ. നിങ്ങളെ ബുക്കിലെ ഇല്ല അല്ലെ? ഇതാണ് നിങ്ങളെ ബുക്കിലുള്ള പോർഷൻസ്. ദീസ് ആർ വിഷ്വൽ സെൻസറി ഓർഗൻ ഇൻ അവർ ബോഡി. കണ്ണ് ട്ടോ. ദീസ് ആർ സെൻസിറ്റീവ് ടു ലൈറ്റ് ഇമേജ്. മനസ്സിലായില്ലേ? ഐസ് വാരി ഇൻ കളർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് മെലനിൻ പ്രസന്റ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേരാണ് എന്ത്? മെലനിൻ. മെലനിൻ കൂടിക്കഴിഞ്ഞാൽ കറുപ്പ് കൂടും, മെലനിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വെളുത്ത് വരും. അപ്പൊ അതേപോലെ തന്നെ ഈ മെലനിൻ തന്നെയാണ് നമ്മളെ കണ്ണിന്, ഐറിസിന്, കൃഷ്ണമണിക്ക് കളർ കൊടുക്കുന്നത്. അത് കൂടണോ കുറയണോ ഒക്കെ അനുസരിച്ച് അതിന്റെ കളർ വാരി ചെയ്യും. ഇറ്റ് ഹെൽപ്പ് ഇൻ ദ സെൻസ് ഓഫ് ലൈറ്റ് ബൈ ഡിറ്റക്ടിങ് ആൻഡ് ഫോക്കസിങ് ഓൺ ദ ലൈറ്റ് ഇമേജ്. കണ്ണിന്റെ ഫങ്ഷൻസ് ആണ് അത് കേട്ടോ. നമുക്ക് ലൈറ്റ് ഇമേജിനെ ഡിറ്റക്ട് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഒരു ക്യാമറ ആലോചിച്ചാൽ മതി, അതേപോലെ സെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. The iris in the eye is colored part that control the size and diameter of the pupil, which directly affect the amount of light entering into the eye. നമ്മൾ പറഞ്ഞു കൃഷ്ണമണി ഇങ്ങനെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് പ്യൂപ്പിൾ എന്ന് പറയുന്ന ആ സെൻട്രൽ പോർഷൻ പ്യൂപ്പിളിലോട്ട് വരുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ബിഹൈൻഡ് ദ ലെൻസ് ഓഫ് ദ ഐ ലൈസ് ദ വിട്രിയസ് ബോഡി.
എന്നുവെച്ചാൽ നമ്മളെ ലെൻസിന്റെ ബാക്കിലാണ് ആ വിട്രിയസ് ഫ്ലൂയിഡ് ഒക്കെ ഉള്ളത്. വലിയ ജെല്ല് പോലത്തെ ഫ്ലൂയിഡ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, കണ്ണിന്റെ ഷേപ്പിനെ വെക്കണ. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ജെലാറ്റിനസ് മെറ്റീരിയൽ കോൾഡ് വിട്രിയസ് ഹ്യൂമർ. ആൻഡ് ദിസ് this substance gives shape to eyeball and transmit light to very back of the eyeball where retina is found. അതിൽ കൂടെ ലൈറ്റ് പോയിട്ട് റെറ്റിനയിൽ എത്തും. This retina contains photoreceptors. നമ്മൾ പറഞ്ഞു റെറ്റിനയിലാണ് photoreceptors ഉള്ളത്, which detect the light. There are two types of cells present and that perform function distinct from each other. രണ്ട് തരം photoreceptor cell ആണുള്ളത്. ഏതൊക്കെയാ? റോഡ്സും ഉണ്ട്, കോൺസും ഉണ്ട്. റോഡ്സ് എന്താ പറയുന്നത്? These sensors function in low light and found at the edge of the retina. They are aid for the peripheral vision. റെറ്റിനന്റെ എഡ്ജിലായിരിക്കും, പെരിഫറൽ പാർട്ടിലായിരിക്കും ഈ റോഡ് സെൽസ് ഉണ്ടാവുക. ഇത് പെരിഫറൽ വിഷൻ ആണ്, അതുപോലെ ഡിം ലൈറ്റിലുള്ള വിഷൻ ആണ്. കോൺസോ ദീസ് ടൈപ്പ് ഓഫ് റെറ്റിനൽ സെൽ വർക്ക് ബെസ്റ്റ് ഇൻ ബ്രൈറ്റ് ലൈറ്റ്, ഡിറ്റക്ടിങ് ഫൈൻ ഡീറ്റെയിൽസ് ആൻഡ് കളേഴ്സ്. രണ്ട് മുഖം തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ കോൺസെൽ വേണം കേട്ടാ. കളർ തിരിച്ചറിയണമെങ്കിൽ അത് വേണം. These are three types. There are three types of cones for detecting three primary colors of the light. മൂന്ന് ടൈപ്പ് കോൺസെൽ ഉണ്ട്, മൂന്ന് കളർ ഡിറ്റക്ട് ചെയ്യാണ്. ബ്ലൂ, റെഡ്, ഗ്രീൻ. Typically color blindness occurs when any other of these type cones are not present. മനസ്സിലായില്ലേ? ഈ കോൺസിൽ ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. നമുക്ക് കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് നോക്കാം. ആദ്യം കാറ്ററാക്ട്. നമ്മൾ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് കുറച്ചെണ്ണം നോക്കാം, പിന്നെ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് നോക്കാം കേട്ടോ. കാറ്ററാക്ട് എന്ന് പറയുന്നത് നമ്മളെ ലെൻസ് ഉണ്ടല്ലോ, നമ്മൾ തിമിരം എന്ന് പറയും. തിമിരം എന്ന് പറയുന്നത് എങ്ങനെയാ? ലെൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്പെറന്റ് ആയ ഒരു സാധനമാണ് അല്ലെ, അപ്പുറം ഇപ്പുറം ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിൽ വന്നിട്ട് ക്ലൗഡിങ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല ഡെപ്പോസിറ്റ് ഒക്കെ വന്നിട്ട്, നമ്മളിപ്പോ മഴ പെയ്തിട്ട് ഇപ്പോ വീടുകളുടെ മുകളിലിട്ട ഗ്ലാസ് ഒക്കെ കളർ മങ്ങൂലേ, അപ്പൊ അതിൽ കൂടെ നമ്മൾ കാണുമ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ മങ്ങിയിട്ടായിരിക്കും കാണാം. സെയിം സാധനം തന്നെയാണ് കാറ്ററാക്റ്റിലും. അത് വരാനുള്ള കാരണം വയസ്സാവുമ്പോ അങ്ങനെ വരാം, ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്, ഷുഗർ ഉള്ള ആൾക്കാർക്ക് വരാം, കണ്ടിന്യൂസ്ലി സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരാം. നമ്മളിപ്പോ ലൈറ്റ് കുറെ നേരം നോക്കി, അത് കണ്ടിന്യൂസ് എക്സ്പോഷർ ടു ലൈറ്റ് ആണ് കേട്ടോ, നമ്മൾ വെറുതെ നോക്കണല്ല. എന്നാലും നമ്മൾ പറയുകയാണെങ്കിൽ കുറെ നേരം ലൈറ്റ് നോക്കിയിട്ട് തിരിച്ചാ ഒരു മങ്ങൂലേ, ആ മങ്ങല് പോലെ ഒരു മങ്ങലായിരിക്കും നമുക്ക് ഈ കാറ്ററാക്ട് വന്നു കഴിഞ്ഞാൽ, തിമിരം വന്നു കഴിഞ്ഞാലുള്ള മങ്ങല്. അതാ ലെൻസിന് വരുന്ന പ്രശ്നമാണ് കേട്ടോ. ഇതാണ് കടാ, മറ്റേല് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം. ഇതിൽ ലെൻസ് നോക്ക്, കളർ ഇതുപോലെ ഇരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. തിമിരമുള്ള ആൾക്കാരെ ടോർച്ച് അടിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ണ് ഇതുപോലെ ഇരിക്കുന്നുണ്ടാവും. അടുത്ത് ഗ്ലോക്കോമ ഞാൻ നേരത്തെ പറഞ്ഞു, ആ പ്രഷർ കൂടുന്നത് അല്ലെ, ആ ഒരു ഫ്ലൂയിഡ് തിരിച്ച് ഡ്രെയിൻ ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ കണ്ണിന് വേദനയും കാര്യങ്ങളും, അതിന്റെ സിംറ്റംസ് ഒക്കെ നോക്കുന്ന സ്ലോ വിഷൻ ആയിരിക്കും. അതേപോലെ നല്ല പെയിൻ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ, അതിൽ ഫുൾ എഴുതിയിട്ടുണ്ടോ അറിയില്ല. നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതിന്റെ ഒരു കോഴ്സ് പറയുന്നത് പ്രഷർ, ഏജ്, ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഗ്ലോക്കോമ വരാം. വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ഡ്രെയിനേജിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നാലൊക്കെ ഗ്ലോക്കോമ വരാം കേട്ടോ. അടുത്തത് മാക്യുലാർ ഡീജനറേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ പറഞ്ഞു നമ്മളെ കോൺസെൽസ് ഏറ്റവും അധികം ഉള്ളത് റെറ്റിനയിലെ മാക്യുല പറഞ്ഞൊരു ഭാഗത്താണ്. അതിന്റെ ആ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് മാക്യുല പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പൊ നമ്മൾ കുറെ സ്മോക്ക് ചെയ്താല്, അല്ലെങ്കിൽ കുറെ ഏജ് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ആ ഭാഗം പയ്യെ പയ്യെ ഇങ്ങനെ നശിച്ചു തുടങ്ങും. അത് നശിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ വിഷൻ, ക്ലാരിറ്റി ഉള്ള വിഷന് നമുക്കിങ്ങനെ കുറഞ്ഞു വരും. അതാണ് മാക്യുലാർ ഡീജനറേഷൻ കേട്ടോ. അടുത്ത് പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഷുഗർ ഉള്ള ആൾക്കാർക്ക് കണ്ണിനെ ബാധിക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഈ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഈ രക്തക്കുഴലൊക്കെ ഇങ്ങനെ ചെറിയ രക്തക്കുഴലൊക്കെ ആവുമ്പോൾ ഇങ്ങനെ ഒക്ലൂഡ് ചെയ്യാനുള്ള, അതിങ്ങനെ അടഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് കണ്ണിൽക്കൊക്കെ ആകെ ഒരു രക്തക്കുഴലേ ഉള്ളൂ, അത് അങ്ങോട്ട് അടഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, പിന്നെ അവിടെ ഫുള്ളായിട്ട് നമുക്ക്
അതിന്റെ ആക്ഷൻസും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്പോട്ട് പോലെയൊക്കെ കാണും. ഷുഗറുകാർക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പോട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ ഒഴുകണ പോലെയൊക്കെ തോന്നും, ബ്ലറായിട്ട് കാണും വിഷൻസ് ഒക്കെ. അതേപോലെ ചില ഏരിയയിൽ ഒന്നും കാണൂല, അങ്ങനെയൊക്കെ വരാം. പ്രൊലോങ്ഡ് ബ്ലഡ് ഷുഗർ എന്ന് വെച്ചാൽ നമ്മൾ തീരെ മാനേജ് ചെയ്യാണ്ട് ഷുഗർ അങ്ങനെ കൂടി നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരിക കേട്ടോ. അപ്പോ അതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഈ അവിടെ മൊത്തം ബ്ലഡ് വെസൽസ് ഒക്ലൂഡ് ആവും. അങ്ങനെ ഒക്ലൂഡ് ആവുമ്പോൾ പിന്നെ അവിടെ ഡാമേജ് വന്ന് മൊത്തമായിട്ട് പിന്നെ നമുക്ക് കാഴ്ച ഫുള്ള് ആ രീതിക്കായിരിക്കും. സ്പോട്ടും ഫ്ലോട്ട് ചെയ്യുന്ന എന്തൊക്കെയോ ഇങ്ങനെ നോക്കുമ്പോ മുന്നിൽ ഇങ്ങനെ കുത്തുകുത്തും, അതുപോലെ എന്തോ പറന്നു പോണ പോലെയൊക്കെ ഇങ്ങനെ തോന്നും. അതാണ് റെറ്റിനൽ അടുത്തത് അതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ റെറ്റിന പറയുന്ന ഉള്ളിലെ ലെയറാന്ന് പറഞ്ഞില്ലേ കണ്ണിന്റെ, അത് അങ്ങോട്ട് പറന്ന് പോയി കഴിഞ്ഞാൽ, അത് അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അതാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. അതെങ്ങനെ ഉണ്ടാവുക? അത് നമ്മൾ നല്ല സിവിയർ ആയിട്ട് മയോപ്പിയ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കുറവ് ഉണ്ടല്ലോ, നമ്മൾ അടുത്തുള്ള കാഴ്ച കാണാൻ പറ്റാത്ത അങ്ങനെയുള്ള ആൾക്കാർക്ക് വരും. അതേപോലെ പെട്ടെന്ന് ഒരു ഐ ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി ചെയ്ത ആൾക്കാർക്ക്. ഇപ്പൊ ഒരു കുട്ടിക്ക് അതിന്റെ സിംറ്റംസ് നോക്കി നോക്ക്. സഡൻ അപ്പിയറൻസ് ഓഫ് ഫ്ലോട്ടേഴ്സ്, എന്തോ ഇങ്ങനെ പറന്ന് പോണ പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു ലൈറ്റ് ഇങ്ങനെ വന്നു പോണ പോലെ, അല്ലെങ്കിൽ അവിടെ ഒരു കർട്ടൻ ഉള്ള പോലെ കാണുന്ന ഭാഗത്ത്. അപ്പൊ ഇതൊക്കെ കാണുന്ന ഒരു കുഞ്ഞിന് നമ്മൾ ചോദിക്കണം അവർക്ക് മുന്നേ വീണിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കണം. വയസ്സായി കഴിഞ്ഞാൽ ഏജിങ്ങിൽ എല്ലാതും ഉണ്ടാവും കേട്ടോ ഈ കണ്ടീഷൻസ്. അല്ലാണ്ട് ഒരു കുട്ടിയായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ രീതിയിലൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ കുട്ടിക്ക് കാഴ്ചക്കുറവ് സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നോ നല്ലോണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അതാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. ഇതെല്ലാവർക്കും അറിയാം. കൺജക്റ്റിവൈറ്റിസ്, പിങ്ക് ഐ എന്ന് പറയും, കണ്ണിക്കേട് എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ വൈറസോ ബാക്ടീരിയോ അങ്ങനെ ഫംഗസോ അലർജി ആയിട്ടോ അങ്ങനെയൊക്കെ വരാം ഇത്. അപ്പൊ അത് ഇതുമായിട്ട് നമ്മളെ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതിനൊന്നും ഇങ്ങനെ ഒരു ഐ കണ്ടീഷൻ ആണ്. അത് മേലുള്ള ഒരു ഇൻഫെക്ഷൻ വരുന്നതാണ് കേട്ടോ. ബാക്ടീരിയ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടാണ് കണ്ണങ്ങനെ ചോപ്പ് കയറുന്നത്. അടുത്തത് ഡ്രൈ ഐ സിൻഡ്രോം എന്ന് നോക്ക്. കണ്ണിങ്ങനെ വരണ്ട് പോവാ. അത് കുട്ടികൾക്ക് ഉണ്ടാവും. ഇപ്പോ എന്താ അറിയോ കാരണം? അത് വലിയ ആൾക്കാർക്കും പല കാരണങ്ങളോട് ഉണ്ടാവാം. പക്ഷെ കുട്ടികൾക്ക് വരാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് സ്ക്രീൻ കുറെ ടൈം. സ്ക്രീൻ ടൈം നോക്കണം. അതന്നെ സ്ക്രീനിൽ കുറെ നോക്കി നിൽക്കണം കുട്ടികള്. അതേപോലെ പല കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കണ കുട്ടികൾക്ക് ഭയങ്കര കണ്ണ് ഡ്രൈനെസ് ഉണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും, ബേണിങ് പോലെ ഒരുതരം പുകച്ചിലുണ്ടാവും, ബ്ലർഡ് വിഷൻ. ഇങ്ങനെ ഇത്ര ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല ക്ലിയർ ആയിട്ട്. അപ്പൊ ഒരു ബ്ലർ ആയിട്ടുള്ള വിഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇതും നമ്മൾ നോക്കണം. ചിലപ്പോൾ ഇവർ ഐ ടെസ്റ്റ് പോയി ചെയ്ത് മരുന്നൊക്കെ ഒഴിച്ച് ഐ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ വിഷനൊക്കെ നോർമൽ ആയിരിക്കും. പക്ഷെ ഇവർ ഈ സ്ക്രീൻ ടൈം ഉള്ള ആ സമയത്തായിരിക്കും ഇവരെ കണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ നിൽക്കണോണ്ട്. അപ്പൊ ഇങ്ങനത്തെ സ്ക്രീൻ ടൈമിംഗ് ഒക്കെ നല്ലോണം കുറക്കാൻ പറയണം. അങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഉണ്ട്, നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ അത് ഉപയോഗിക്കാം. പിന്നെ എന്താണോ കോഴ്സ് അതിനനുസരിച്ചിട്ട് നമ്മൾ അതൊക്കെ ട്രീറ്റ് ചെയ്യാം കേട്ടോ. ലൈഫ് സ്റ്റൈല് നമ്മളെ ഭക്ഷണത്തിൽ ഉള്ള ക്രമീകരണം, നല്ലോണം വെള്ളം കുടിക്കാൻ പറയാം. അതുപോലെ ഈ പറഞ്ഞ ക്യാരറ്റോ വൈറ്റമിൻ എയും കരോട്ടീനും ഒക്കെ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ നല്ലോണം കഴിക്കാൻ പറയാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. അടുത്തത് സ്ട്രാബിസ്മസ്. ഇതെല്ലാരും കാണുന്നത്, ഇത് കണ്ടിട്ടുണ്ടാവും എല്ലാരും അല്ലെ? സ്ക്വിന്റ്, എന്താണ് കോങ്കണ്ണ് എന്ന് പറയും. അപ്പൊ ഇതില് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് രണ്ട് കണ്ണും ഒരു കണ്ണ് മിസ് അലൈൻമെന്റ് ഓഫ് ഐ, ഒരു കണ്ണും മറ്റേ കണ്ണും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അത് തമ്മിൽ യോജിക്കൂല ഒട്ടും. ഒരാൾ ഇപ്പുറത്തേക്ക് പോകുമ്പോ ഒരാൾ അപ്പുറത്തേക്ക് പോകും. പ്രശ്നം എന്താ സംഭവിക്കുക? അങ്ങനെ വന്നു കഴിഞ്ഞാല് ഡബിൾ വിഷൻ ആവും ചിലപ്പോ. നമ്മൾ ഡിസ്ലെക്സിയയിൽ ഡബിൾ വിഷൻ പഠിക്കുന്നുണ്ട്, പക്ഷെ ഈ സ്ട്രാബിസ്മസിൽ ഡബിൾ വിഷൻ വരാം കേട്ടോ. അപ്പൊ രണ്ടായിട്ട് കാണും, ഒന്ന് രണ്ടായിട്ട്. അതേപോലെ കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് സാധനങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂല, കാരണം രണ്ട് സൈഡിലാണ്. അവരെ മൂവ്മെന്റ്, മോട്ടോർ ആക്ടിവിറ്റി ഒക്കെ ആ രീതിക്കായിരിക്കും. അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവായിക വരും. അപ്പൊ പെർസെപ്ഷനിലുള്ള ബുദ്ധിമുട്ട് വരും. മസിൽ ഇംബാലൻസ്, നെർവ് ഇഞ്ചുറി, കൺജനിറ്റൽ ആയിട്ടും ഒക്കെ വരാം ഇത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഒന്നും നോക്കണ്ട, അത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചില ഗ്ലാസസ് ഇട്ടിട്ടും ഐ എക്സസൈസ് ചെയ്താലും
അതുപോലെ പല ഇഞ്ചക്ഷൻസ്, ബോട്ടിലിൻ ഇഞ്ചക്ഷൻ ഒക്കെ പറയുന്നത്. പക്ഷെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്, നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്തിട്ട് അത് ശരിയാക്കാൻ പറ്റും കേട്ടോ. അത് ശരിയാക്കിയതിനോട് കൂടിയിട്ട് അവരെ ലേണിംഗ് ഡിഫക്റ്റ് കുറയുകയും ചെയ്യും. റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ കാഴ്ചയിൽ വരുന്ന ഷോർട്ട് സൈറ്റാ, ലോങ് സൈറ്റോ, അല്ലെങ്കിൽ പലതരം കാഴ്ച സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുക. എന്തൊക്കെയാ നമുക്ക് നോക്കാം. അടുത്ത ഇതാ ഈ പിക്ചർ ഒന്ന് നോക്ക് കേട്ടാ. നോർമലി ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ലൈറ്റ് അതാ എവിടെ പോയി പതിയുന്നത്? നമ്മളെ റെറ്റിനയിൽ പോയി പതിയുന്നുണ്ട് അല്ലെ. ഒരു മയോപ്പിയ എന്ന് പറഞ്ഞ ഷോർട്ട് സൈറ്റ്, നമുക്ക് അടുത്തുള്ള മാത്രം കാണാൻ പറ്റുന്ന, ഇപ്പോഴത്തെ പൊതുവെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മയോപ്പിയ. മയോപ്പിയക്ക് നമ്മളെ ഐസിന്റെ ഗ്ലോബ് ഭയങ്കര വലുതായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ നമ്മളെ കോർണിയ ഉണ്ടല്ലോ ഫ്രണ്ടിലുള്ള, അത് ഭയങ്കരമായിട്ട് കർവ് ചെയ്തിട്ടാവും, വളഞ്ഞിട്ടാവും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അതിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ റെറ്റിനേക്ക് എത്തൂല, അതിന്റെ മുന്നേ അവിടെ നിൽക്കും. അപ്പൊ കുട്ടികൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ദൂരെയുള്ള സംഭവം, ദൂരെയുള്ള ലൈറ്റ് വരുമ്പോഴാണ് അപ്പൊ കുട്ടികൾക്ക് അത് കാണാൻ പറ്റില്ല, റെറ്റിനേക്ക് എത്തുന്നില്ല. അതാണ് മയോപ്പിയ അല്ലെ ഷോർട്ട് സൈറ്റിൽ വരുന്ന പ്രശ്നം. അടുത്ത നോക്കിയാൽ ഹൈപ്പർമെട്രോപ്പിയ, ഹൈപ്പർട്രോപ്പിയ എന്നും പറയും. അതില് ഈ കണ്ണിന്റെ ഗ്ലോബ് ഉണ്ടല്ലോ അത് ചെറുതായിരിക്കും. അതേപോലെ കോർണിയന്റെ ആ ഒരു വളവ് തീരെ കുറവായിരിക്കും. അപ്പൊ ഈ നമ്മൾ അടുത്തിരുന്ന് കാണുന്ന സമയത്ത് ഈ ലൈറ്റ് നേരെ പോയി നമ്മളെ റെറ്റിനന്റെ ബാക്കിലോട്ട് അടിക്കുക, നേരെ കറക്റ്റ് റെറ്റിനന്റെ പോർഷനിൽ വരില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ലെൻസ് വെച്ച് ഇതിലൊക്കെ നോക്ക്, മയോപ്പിയയിൽ നമ്മൾ ലെൻസ് എന്ത് ചെയ്യണം? കുറച്ച് കോൺവെക്സ് ആക്കി വെക്കണം, അത് അങ്ങോട്ട് ഉള്ളിലേക്ക് നല്ലോണം കയറാൻ വേണ്ടി. മറ്റേതിൽ കോൺകേവ് ആക്കി വെക്കണം, ലൈറ്റ് അത്ര അധികം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ താഴെ വേറെ അസ്റ്റിഗ്മാറ്റിസം പറയും. അത് കുട്ടികൾക്ക് ഈ ലെൻസ് കോർണിയ ഒക്കെ ഉണ്ടല്ലോ അത് പല ഷേപ്പിലായിരിക്കും. നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവണതിന് പകരം ഇറഗുലർ ഷേപ്പായിട്ട് ഇങ്ങനെ പൊന്തിയും താണൊക്കെ ഇരിക്കും. അപ്പൊ അതിൽ കൂടെ വരുന്ന ലൈറ്റ് എന്താവും? പല സ്ഥലങ്ങളിലായിരിക്കും പോയി ഫോക്കസ് ചെയ്യുക. ചിലത് ഫോക്കസ് ചെയ്യും, ചിലത് ഫോക്കസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ആയിരിക്കും അവരെ കാഴ്ച. ചിലത് കിട്ടും, ചിലത് കിട്ടൂല എന്നുള്ള പോലത്തെ ഒരു കാഴ്ചയായിരിക്കും. ഇതൊക്കെയാണ് കാഴ്ചയിൽ വരുന്ന വലിയ മെയിൻ ആയിട്ടുള്ള ഡിഫക്റ്റുകൾ കേട്ടോ. മയോപ്പിയ എന്ന് പറഞ്ഞാല് കണ്ടീഷൻ വേർ ക്ലോസ് ഒബ്ജക്ട് അപ്പിയർ ക്ലിയർ. ഏറ്റവും അടുത്തുള്ളത് ക്ലിയർ ആവും, പക്ഷെ ഡിസ്റ്റന്റ് ഉള്ളത് കാണാൻ പറ്റില്ല. അതിന്റെ കാരണം നോക്കി, ഇലോങ്ങേഷൻ ഓഫ് ദ ഐബോള് അല്ലെങ്കിൽ കോർണിയന്റെ കർവ് കൂടുക, ഇതൊക്കെയാണ് അതിന്റെ കാരണം. എന്തൊക്കെ ഉണ്ടാവുക? ബ്ലർഡ് വിഷൻ, സ്ക്വിന്റിങ്, ഇതൊക്കെ നമുക്ക് അറിയാലോ. കാഴ്ച കുറയുമ്പോ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്തത് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് ഫാർ സൈറ്റ്, ദൂരമുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അതില് നോക്കിയൊക്കെ ദൂരമുള്ളത് ആവുമ്പോ നമ്മളെ ഐബോള് ഷോർട്ടർ ആയിരിക്കും, ചെറുതായിരിക്കും. അതേപോലെ നമ്മളെ കോർണിയന്റെ കർവ് ചെറുതായിരിക്കും. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് തന്നെയാണ്, നമുക്ക് ദൂരമുള്ള കാണാൻ പറ്റില്ല. ദൂരമുള്ള മാത്രം കാണാം കേട്ടോ. അസ്റ്റിഗ്മാറ്റിസം ഞാൻ പറഞ്ഞു, ലെൻസ് അല്ലെങ്കിൽ കോർണിയ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. അപ്പൊ അതിൽ കൂടെ വരുന്നത് പല പല ഡയറക്ഷനിലായിരിക്കും. അപ്പൊ നമുക്ക് ഏത് ഡിസ്റ്റൻസിൽ നിന്ന് കഴിഞ്ഞാലും ഒരു തരം ബ്ലർ ആയിട്ടായിരിക്കും കാണാം. അടുത്ത് ദൂരെയൊന്നുമില്ല, എവിടെ നിന്ന് കഴിഞ്ഞാലും ബ്ലർ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക കേട്ടോ അസ്റ്റിഗ്മാറ്റിസത്തില്. അടുത്തത് നോക്കാം, പ്രസ്ബയോപ്പിയ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 40 വയസ്സായി കഴിഞ്ഞ ആൾക്കാര് കണ്ണട ഇടുന്ന കണ്ടിട്ടില്ലേ? 40 വയസ്സ് വെള്ളം എഴുത്തുന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ലെൻസ് ഒരു തരം നൂല് പോലെ നമ്മുടെ മസിലിന്റെ അവിടെ നിന്ന് വന്ന നൂല് പോലെയുള്ള ഒരു കണക്ഷനിൽ ഇങ്ങനെ സസ്പെൻസറി ലിഗമെന്റ് പറയും, അതിലിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അതിലിങ്ങനെ നിൽക്കണോണ്ടാണ് അതിനിങ്ങനെ നീളാനും ചുരുങ്ങാനും ഒക്കെ പറ്റുന്നത്. അപ്പൊ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ആണ് പോകും. ലെൻസിന് നീളാനും ചുരുങ്ങാനും ഒക്കെ ഉള്ള ആ ഫ്ലെക്സിബിലിറ്റി പോകും. അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ഇപ്പം നല്ല ചെറിയ ലെറ്ററിൽ എഴുതിയത് ഇതൊക്കെ ഫോക്കസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനത്തെ ആൾക്കാർക്ക്. അവരിങ്ങനെ കുറെ ദൂരത്തിട്ട് നീക്കിയൊക്കെ പിടിച്ച് കണ്ണൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കണ കണ്ടിട്ടില്ലേ? അപ്പൊ അത് ഈ അതന്നെ. അപ്പൊ അവർക്ക് എന്താ സിംറ്റം ഉണ്ടാവുക? ഡിഫിക്കൽറ്റി ഇൻ റീഡിങ് സ്മോൾ പ്രിന്റ്, അതേപോലെ നീഡിങ് ടു ഹോൾഡ് റീഡിങ് മെറ്റീരിയൽ ഫർദർ അവേ. നമ്മളിങ്ങനെ ദൂരെ പിടിച്ച് ഇങ്ങനെ നോക്കൂ അല്ലെ? ഐ സ്ട്രെയിനും ഹെഡ് ഏക്കും ഒക്കെ വരും. നമ്മൾ അതിനനുസരിച്ചുള്ള ഗ്ലാസസ് സജസ്റ്റ് ചെയ്യണം. അടുത്തത് ഈ കണ്ണിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ സജസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മൾ ഒന്ന് ഐ എക്സാമിനേഷൻ ഒഫ്താൽമോളജിസ്റ്റ്, ഒപ്റ്റോമെട്രിസ്റ്റിനെ കൊണ്ടോ ചെയ്യിപ്പിക്കുക.
വിഷ്വൽ അക്യൂറ്റി ടെസ്റ്റ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ചാർട്ടിന്റെ പേരെന്താ? സ്നെല്ലേഴ്സ് ചാർട്ട് കേട്ടോ. കണ്ണ് ചെക്ക് ചെയ്യണ ABCD ഒക്കെ എഴുതിയിട്ടുള്ള ചാർട്ട് ഉണ്ടല്ലോ, അതിന്റെ പേരാണ് സ്നെല്ലേഴ്സ് ചാർട്ട്. പിന്നെ റെറ്റിനോസ്കോപ്പി പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുക, റെറ്റിനന്റെ എക്സാമിനേഷൻസ്, പിന്നെ റിഫ്രാക്ഷൻ ടെസ്റ്റുകളൊക്കെ ചെയ്യാം. നമുക്ക് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ നമ്മളിങ്ങനെ ഐ ടെസ്റ്റ് ചെയ്യില്ലേ, അത് തന്നെയാണ് സംഭവം. അങ്ങനെ ടെസ്റ്റുകൾക്കൊക്കെ വിടുക കേട്ടോ. അടുത്ത ട്രീറ്റ്മെന്റ് എന്താ? ഗ്ലാസസ് തന്നെ, ഗ്ലാസസ് വെക്കാം. പിന്നെ എന്തെങ്കിലും സിംറ്റമാറ്റിക് ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഗ്ലാസ് വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ലെൻസ് ഉണ്ട്, അതുപോലെ ലാസ്റ്റിക് ഉണ്ട്, PRK. ഇതൊക്കെ പുതിയ ഫോമാണ്. PRK ലാസ്റ്റിക്കിന്റെ ഒക്കെ വേറെ വേറെ വെറൈറ്റി ആണ്. പിന്നെ ഉള്ളില് ലെൻസ് വെക്കാം, അതും ചിലര് ചെയ്യും. സർജറി ചെയ്തിട്ട് ഉള്ളില് ലെൻസ് വെക്കും. പിന്നെ ഓർത്തോ, കെരാട്ടോ, അതൊക്കെ ഓരോരോ മെത്തേഡുകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഷേപ്പ് ഒക്കെ ശരിയാക്കാൻ വേണ്ടി, കോർണിയന്റെ ഷേപ്പ് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. അങ്ങനെ ഏത് ട്രീറ്റ്മെന്റ് അതൊക്കെ ഒഫ്താൽമോളജിസ്റ്റ് ഡിസൈഡ് ചെയ്യും. പിന്നെ നമ്മളെ ലേണിങ്ങിനെ അഫക്ട് ചെയ്യുന്ന വിഷ്വൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത്. റിഫ്രാക്റ്റീവ് ഇറേഴ്സ്, ഒന്ന് നമ്മളെ കാഴ്ച അല്ലെ, മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം, ഇതൊക്കെ ക്ലാസ് റൂം പെർഫോമൻസിനെ ബാധിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യണം. അതേപോലെ സ്ട്രാബിസ്മസ്, ഏത് കോങ്കണ്ണ്, അത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡബിൾ വിഷൻ ഉണ്ടാവും. നമ്മളെ ഡിസ്ലെക്സിയ മാത്രമല്ല ഡബിൾ വിഷൻ കേട്ടോ. അപ്പൊ അതുപോലെ ഒരു കണ്ണേറ്റ് അവരിങ്ങനെ നോക്കി മിസ്അലൈൻമെന്റ്, ഈ ഒരു ഇതുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ അത് ബാധിക്കും. അവരെ മൊത്തമായിട്ടുള്ള പെർസെപ്ഷൻ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിനൊക്കെ അത് ബാധിക്കും. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ നോക്കാം. ആംബ്ലയോപ്പിയ എന്ന് പറയും, നമ്മൾ ഇതുവരെ പറഞ്ഞില്ല, ലേസി ആയി എന്ന് പറയും. ഒരു കണ്ണിന്റെ കാഴ്ച, ഒരു കണ്ണിന്റെ പവർ വേറെ ആയിരിക്കും, മറ്റേ കണ്ണിന്റെ പവർ വേറെ ആയിരിക്കും. അപ്പൊ എന്താ, നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു കണ്ണ് മറ്റേ കണ്ണായിട്ട് വേറൊരു കണ്ണട നോക്കി നോക്ക്, ഒരു കണ്ണിട്ട് നമ്മൾ നേരെ നോക്കുകയും ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് രണ്ടും കൂടി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതേ അവസ്ഥയായിരിക്കും ചില കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ ഉണ്ടാവട്ടെ, രണ്ട് പവർ രണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാൻ നമ്മളിപ്പോ കണ്ടിട്ടുണ്ടാവും ചില ടെസ്റ്റുകൾ, ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കണ്ണ് അടപ്പിച്ചിട്ട് കുറെ നേരം നടത്തിക്കാന്നൊക്കെ പറയും. അപ്പൊ മറ്റേ കണ്ണ് ശരിയാവാൻ വേണ്ടി ഒരു കണ്ണ് ലേസി ആയി പോകും അങ്ങനെയുള്ള ഇതില്. അതുകൊണ്ട് ലേസി ആയി എന്ന് പറയുന്നത്, ഒറ്റ കണ്ണേ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കണ്ണ് അടച്ചിട്ടൊക്കെ കുറെ നേരം അവരെ കൊണ്ട് സൈക്ലിങ്ങും അതുപോലെ ഹോംവർക്കൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ കൊടുക്കും. അങ്ങനെയാണ് അത് ശരിയാവുക. അതിന് കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൺവേർജൻ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത് അക്കോമഡേഷൻ ഇൻസഫിഷ്യൻസി എന്ന് പറയും. എന്ന് വെച്ചാല് നമ്മള് ചില കുഞ്ഞുങ്ങള് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാല് അവർക്ക് കണ്ണേറ്റ് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഈ സ്ട്രെയിൻ ഉണ്ടാവും, അല്ലാണ്ട് തലവേദന എടുക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പൊ നമ്മളിപ്പോ സിനിമ തിയേറ്ററിലൊക്കെ പോയിട്ട് ഫ്രണ്ടിൽ പോയിരുന്ന് ഫിലിം കാണുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ എടുക്കും. അതേപോലത്തെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാവും, അക്കോമഡേഷന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സൊല്യൂഷൻ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സിംറ്റംസ്, ഇനിയിപ്പോ ഈ കുട്ടികള് വിഷ്വൽ പ്രോബ്ലം ആയിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ അവരെന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും, ഇതൊക്കെ നമ്മളടുത്ത് വന്ന് പറയും. ലേണിംഗ് ഡിസബിലിറ്റി ആണ്, കുട്ടിക്ക് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഒന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. ഫ്രീക്വന്റ് ഹെഡ് ഏക്ക്, ഐ സ്ട്രെയിൻ പറയും. അവോയ്ഡൻസ് ഓഫ് റീഡിങ് അല്ലെങ്കിൽ ക്ലോസ് വർക്ക്, കുട്ടിക്ക് വായിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അതേപോലെ ഡിഫിക്കൽട്ട് കോപ്പിയിങ് ഫ്രം ബോഡി നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. ലോസിങ് പ്ലേസ് വൈൽ റീഡിങ്, വായിക്കുമ്പോൾ പലതും വിട്ടുപോകും. ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ഫോർ വിഷ്വൽ ടാസ്ക്, കണ്ണിട്ട് നമ്മൾ നോക്കി ചെയ്യേണ്ട സംഗതികൾക്കൊക്കെ അധികം നേരം കുട്ടികൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. റിവേഴ്സൽ ഓഫ് ലെറ്റർ ഓർ വേർഡ് വെൻ റീഡിങ് ഓർ റൈറ്റിംഗ്, തിരിഞ്ഞു പോയ പോലെ തോന്നുക ലെറ്റർ നമ്മൾ വായിക്കുമ്പോൾ എഴുതുമ്പോൾ, ഇതൊക്കെ നമ്മളെ സിംറ്റംസ് ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെയും ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാം. ഡിസ്ലെക്സിയ ആൻഡ് ലേണിംഗ്. ഡിസ്ലെക്സിയ ഇപ്പൊ നമ്മൾ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ, വിഷ്വൽ പ്രോസസ്സിംഗ് ഇഷ്യൂ വരാം, വിഷ്വൽ സ്ട്രെസ്, ഇതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് അതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ മാറ്റണം. എന്നിട്ടാണ് ഡിസ്ലെക്സിയ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് മനസ്സിലാക്കുക കേട്ടോ. വിഷ്വൽ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു വിഷൻ വന്ന് ഒരു ഇമേജ് നമ്മളെ ഉള്ളിൽ റെറ്റിനയിൽ എത്തി അത് ബ്രെയിനിലോട്ട് പോണ വഴികളൊക്കെ നമ്മളിപ്പോ പറഞ്ഞു, കുറെ വഴികളുണ്ട്. ഈ വഴികളിലൊക്കെ ഈ പ്രോസസ്സിങ്ങിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക്
റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ADHD ഈ കുട്ടികൾക്ക് അറ്റൻഷൻ കുറവ്, നമ്മൾ പറഞ്ഞു വിഷനുമായിട്ട് ബന്ധപ്പെട്ട ടാസ്കുകൾ വരുമ്പോൾ കുട്ടികൾക്ക് അറ്റൻഷൻ കുറവായിരിക്കും. അപ്പൊ അത് അവർക്ക് ഈ വായിക്കാനും അതിന്റെ ഒരു സ്ട്രെയിനും ഒക്കെ കാരണമാണ് നമുക്ക് വിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറ്റൻഷൻ കുറവ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഈ അക്കോമഡേഷൻ, ഈ കൺവെർജൻസ് ഇൻസഫിഷ്യൻസി എന്ന് പറയില്ല, ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ADHD ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം ആ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റിനെ കേട്ടോ. ഇനി കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് അതിന്റെ പ്രൊസീജിയർ പറയാന്നുള്ളൂ, നമ്മളല്ല ചെയ്യുക. ടെസ്റ്റുകൾ എന്തൊക്കെയാ? വിഷ്വൽ ആക്ടിവിറ്റി ടെസ്റ്റ്, അവരെ വിഷൻ നോക്കുക, ബൈനോക്കുലാർ വിഷൻ ടെസ്റ്റിംഗ്, അക്കോമഡേഷൻ ടെസ്റ്റിംഗ്, വിഷ്വൽ മോട്ടോർ ഇന്റഗ്രേഷൻ, നമ്മളിങ്ങനെ കണ്ണിങ്ങനെ അടച്ച് മൂക്കിലൊക്കെ പിടിക്കാനൊക്കെ പറയും, കണ്ടിട്ടുണ്ടോ? അങ്ങനെ വിഷ്വൽ മോട്ടോർ ഇന്റഗ്രേഷൻ അസസ്മെന്റ്. അതുപോലെ ഒഫ്താൽമോളജിസ്റ്റും ഒപ്റ്റോമെട്രിസ്റ്റും ഒക്കെയാണ് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുക. നമ്മൾ അയച്ചാൽ മതി കേട്ടോ. ടെസ്റ്റിന്റെ പേര് ജസ്റ്റ് മനസ്സിലാക്കാന്നുള്ളൂ. അടുത്തത് പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് നമ്മള് ലെൻസ്, കറക്റ്റീവ് ലെൻസ് കൊടുക്കുക, വിഷൻ തെറാപ്പി എന്ന് പറയുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുക, ഐന്റെ കോർഡിനേഷനും ഫോക്കസിങ്ങും ഒക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സസൈസുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാം. അതേപോലെ ക്ലാസ് റൂം അക്കോമഡേഷൻ, കുട്ടികൾക്ക് അക്കോമഡേഷൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ നമ്മുടെ ടീച്ചേഴ്സും ഒരേപോലെ അവെയർ ആയിരിക്കണം ഇതുപോലത്തെ അസുഖങ്ങളെ. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരെ ടീച്ചേഴ്സിനായിട്ട് പോലും കോണ്ടാക്ട് ചെയ്യണം. ആ ഒരു അക്കോമഡേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലാർജ് പ്രിന്റുകൾ മെറ്റീരിയൽ ഉപയോഗിക്കുക. അതുപോലെ റീഡിങ് ടാസ്ക് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അങ്ങനത്തെ കുട്ടികൾക്ക് കുറച്ചധികം സമയം കൊടുക്കുക. സീറ്റിംഗ് അറേഞ്ച്മെന്റ് കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഓഡിയോ ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റിന് വായിച്ചു കൊടുക്കുന്ന അങ്ങനത്തെ ബുക്കുകളൊക്കെ അവൈലബിൾ ആക്കിയിട്ട് കൊടുക്കാന്നൊക്കെ പറയുന്നത് അഡ്വാൻസ്ഡ് ആണ്. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ഇത് പ്രിവെന്റ് ചെയ്യാന്നുള്ളത് നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ കുട്ടികൾക്ക് റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വിഷൻ സ്ക്രീനിങ് സ്കൂളിൽ ചെറിയ ഒരു പ്രായം തൊട്ടിട്ട് തന്നെ അവർക്ക് വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന പ്രായത്തിൽ തന്നെ ഒരു സ്ക്രീനിങ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. എഡ്യൂക്കേറ്റ് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് അബൌട്ട് സൈൻ ഓഫ് വിഷൻ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ടീച്ചേഴ്സും അറിയണം, പാരന്റ്സും അറിയണം. പിന്നെ ഇന്റഗ്രേറ്റീവ് വിഷൻ അസസ്മെന്റ് ഇൻ ഇവാലുവേഷൻ പ്രോസസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വിഷന്റെ അസസ്മെന്റും രണ്ടും കൂടി ചേർന്നിട്ട് ഒന്നിച്ചു വേണം മുന്നോട്ട് പോവാൻ കേട്ടോ. അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് കിട്ടുള്ളൂ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? എല്ലാരും ഉറങ്ങിയാ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായല്ലോ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. കുട്ടികളെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ, ക്യാമറ ഓൺ ചെയ്യേ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഗ്ലൂക്കോമ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെ, അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണോ? ഗ്ലോക്കോമ ചികിത്സിച്ച് മാറ്റാൻ പല രീതിയിലും മാനേജബിൾ ആണ്. പിന്നെ വരും എന്നൊക്കെയാണ് പറയാ, പക്ഷെ എന്നാൽ പോലും അത് മാനേജബിൾ ആണ്. നമ്മൾ ഹോമിയോപ്പതിയിൽ അത് ചികിത്സിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. അല്ലാണ്ട് തന്നെ ഇപ്പം അലോപ്പതി സിസ്റ്റത്തിൽ പോവുകയാണെങ്കിൽ പോലും അത് ആദ്യം ട്രെയിൻ ചെയ്യുക. എക്സസ് ഫ്ലൂയിഡ് ആദ്യം കളയുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റിക്കറൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം. ഏജ് ആയവരില് ബുദ്ധിമുട്ടാണ്. അതെ, കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഏജ് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു മാനേജ്മെന്റ് മാത്രമാണ്. കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള രീതിയിൽ അതിലെവിടെയും പ്രതിപാദിക്കുന്നില്ല. മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് കേട്ടോ. ഹോമിയോപ്പതിയിൽ എന്താ അതിനുള്ളത്?
ഹോമിയോപ്പതിയിൽ നമ്മൾ ആ ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടി, ആ ഡ്രെയിനേജ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ ടോട്ടലി ആ ഒരു പ്രഷർ കുറഞ്ഞ് വരും. അത് ഈ നമ്മളിപ്പോ ഈ പിന്നെ അലോപ്പതിയിൽ ഇപ്പൊ ഒരു പുതിയ ഇഞ്ചക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ഈ കണ്ണില് നേരിട്ട് അടിക്കണേ. അതെ. അതുപോലത്തെ പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രോപ്പ്, അവർ BP കൺട്രോൾ ചെയ്യാനുള്ള ഡ്രോപ്പ്, ഒക്കുലർ പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള ഡ്രോപ്പ് ഉപയോഗിക്കാൻ പറയും. അതുപോലത്തെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, ഒറ്റ വൺ ടൈം ട്രീറ്റ്മെന്റേ ഉള്ളൂ അതെ, ഹോമിയോയില്. നമുക്ക് ഇപ്പോ എമർജൻസി ആയിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്കത് ആ റിക്കറൻസ് ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും കൂടി അതിന്റെ ഒപ്പം കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കത് പിന്നീട് വരാണ്ട് സൂക്ഷിച്ച് എടുക്കാൻ പറ്റും കേട്ടോ. മാം, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ നമ്മളെ രക്തക്കുഴൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോണതാണ്. പിന്നെ അതിന്റെ ആ മൈക്രോവാസ്കുലേച്ചറിനൊക്കെ വരുന്ന ബുദ്ധിമുട്ട്, അത് നമുക്ക് മെഡിസിൻ ഉണ്ട്, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാം കേട്ടോ. അല്ല, ഇതിന് അങ്ങനെ അല്ലെങ്കിൽ ലേസർ ചെയ്യാം അങ്ങനെയല്ലേ? അപ്പൊ ഇഞ്ചക്ഷൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറയൂല അവര്? പറയും. അത് നമുക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളത്. ചിലതൊക്കെ നമ്മളെ അതിന്റെ സിവിയറിറ്റി അനുസരിച്ചാണ്. നമ്മൾ ചിലപ്പോൾ സഡൻ ആയിട്ട് ഒരു ഇത് ചെയ്യേണ്ടി വരും ആദ്യം. ചിലപ്പോ ഈ പറഞ്ഞ പോലെ പ്രഷർ ടൂ മച്ച് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രഷർ കുറക്കാനുള്ള പ്രൊസീജിയർ ആദ്യം ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് വരാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഇനി എത്താണ്ടിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെയാണ് എമർജൻസി. എങ്ങനെയാണ് എമർജൻസി ആസ്പെക്ട് നോക്കിയിട്ടാണ്. പക്ഷെ ഒരുപാട് പേര് വിഷം കിട്ടിയവരും കുറഞ്ഞ തോതിലെങ്കിലും അങ്ങനെ കിട്ടി വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ആണോ മക്കളെ? ഡൗട്ട് ഒക്കെ തീർന്നോ? മനസ്സിലായോ എല്ലാവർക്കും? ഓ, സിമ്പിളായിരുന്നു, നല്ല മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? അതെ അതെ. നല്ല മനസ്സിലായിരുന്നു. ഇതിപ്പോ ഇന്ന് നമുക്ക് ഡോക്ടർ നസ്രീൻ എടുത്ത ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്. പക്ഷേ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടി വരുമ്പോ ഇങ്ങനെ വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ ഉണ്ടോ, അല്ലെങ്കിൽ വിഷൻ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ ഈ കുട്ടി ലേണിംഗിൽ പുറകിലാവണമെന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യൊന്നും വേണ്ട. ആദ്യത്തിൽ ഡോക്ടർ നസ്രീൻ പറഞ്ഞ ആ ഒരു ഫാക്ടർ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഈ ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം ആണ് പലപ്പോഴും പല കുട്ടികളെ എവിടെ എത്താതെ പോകുന്നത്. അപ്പൊ ഇതാണ് പ്രോബ്ലം ഐഡന്റിഫൈ ആണെങ്കിൽ ഇന്ന് മോഡേൺ ട്രീറ്റ്മെന്റിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മളിത് പഠിക്കാത്തത് ഈ കുട്ടിക്ക് ബുദ്ധി ഇല്ലാത്തതാന്ന് പറഞ്ഞിട്ടും മാറ്റി നിർത്തുന്നതിലപ്പുറം ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അത് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ റെമഡിയൽ ടീച്ചർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നന്നായിട്ട് മിസ്റ്ററിനോട് പറയാനുള്ള, ഞാനും ക്ലാസ് കംപ്ലീറ്റ് കേട്ടിരിക്കാൻ കാരണം എനിക്കും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഏരിയ. നന്നായിട്ട് ക്ലാസ് എടുത്തു, വൈകിട്ടായിട്ട് ആദ്യം ഐനെ കുറിച്ച് പറഞ്ഞ് അതിന്റെ അനാറ്റമി പറഞ്ഞ് ഇതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ, ഡിസീസുകൾ, പിന്നെ അത് എങ്ങനെ നമ്മുടെ കുട്ടികളുടെ ലേണിങ്ങിനെ ബാധിക്കും, അങ്ങനെ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ട് അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു. താങ്ക് യു. അല്ലേ, നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയിരുന്നില്ലേ? കുറച്ച് ഡ്രൈ സബ്ജക്റ്റ് ആയി തോന്നി, കാരണം നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാതെ ഒരു ബയോളജി ഏരിയ അല്ലേ. ഒന്നുകൂടെ ഒന്ന് റീഡ് ചെയ്ത് ക്ലിയർ ആവുന്നത്. നിങ്ങളുടെ തേർഡ് പേപ്പർ ആണ് ഇത്. തേർഡ് പേപ്പറിൽ അസസ്മെന്റ് ഏരിയയിൽ സെൻസ് ഓർഗൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആ ഏരിയയിൽ ഉള്ളതാണ് ഇത്. അത് ഞാൻ ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക് തേർഡ് പേപ്പർ കിട്ടിയിട്ടില്ല എങ്കിൽ. ഓക്കെ, എല്ലാ ഈ സ്ലൈഡുകളും പ്രൊവൈഡ് ചെയ്യില്ലേ? അത് മാമിനോട് ചോദിക്കണം. ഡോക്ടർ മാം, ഇതിന്റെ PDF ഷെയർ ചെയ്തിട്ടുണ്ടോ ഗ്രൂപ്പിൽ? ഷെയർ ചെയ്യാം. ആ സ്ലൈഡുകൾ ഉണ്ടെങ്കിൽ ഉപകാരമായിരിക്കും. സ്ലൈഡ് പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിലേ ഞാൻ അവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്ന് റിവ്യൂ പറയാം. ആരെങ്കിലും ഒന്ന്, റിഷാദ് ഒരു റിവ്യൂ കൊടുത്തേ, ഒരു ഫീഡ്ബാക്ക്. എന്താ ഫീഡ്ബാക്ക് പറയാം? മാമിന്റെ ക്ലാസ് നമ്മൾക്ക് സിമ്പിളായിട്ട്
മനസ്സിലാകുന്ന രീതിയിൽ കണ്ണിന്റെ എല്ലാ മേഖലയിൽ കൂടി കടന്നു പോയിട്ട് വളരെ വ്യക്തപരമായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആകുന്ന രീതിയിൽ മാം ക്ലാസ് എടുത്തത്. ലാംഗ്വേജ് അതുപോലെ ഉപയോഗിച്ച ടൂൾസ് എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായാലും നല്ല മനസ്സിലായി. കുറച്ച് ഈ അനാട്ടമി പഠിച്ചുകൊണ്ടാണെന്നുകൊണ്ട് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. പിന്നെന്താ പറയാ, ഉഷാർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു. പൊന്നിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഡോക്ടർ നസ്രീൻ. ഇനിയും നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ ഇടയ്ക്ക് വരണം. ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റ് വളരെ ഈസി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? നിങ്ങൾക്ക് ഡോക്ടർ നസ്രീൻ ഫ്രീ അല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഞാൻ ലീവ് ചെയ്യാം. ഓക്കെ. ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു.